അസ്സലാമു അലൈക്കും. ഞാൻ നേരത്തെ ക്യൂവിലുണ്ടായിരുന്ന ആളാണ്, താഴെ പോയതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു, മനുഷ്യൻ മരിച്ചാൽ അവന്റെ അമലുകളൊക്കെ മുറിഞ്ഞു പോകും. പിന്നെ അവന് ഉപകാരപ്പെടുന്നത് 3 കാര്യങ്ങളാണ്. ഹദീസിന്റെ അർത്ഥത്തിലേക്ക് പോവല്ല. അപ്പോൾ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലുകളെല്ലാം മുറിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ അവന് തന്നെ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ പിന്നെ എന്തിനു നാം അവരുടെ അടുത്ത് പോയി ഇസ്തിഗാസ ചെയ്യണം? മാത്രമല്ല ഇതിലേക്ക് ഉപാലഭമായ 2 ഹദീസുകളും കാണാം. ലാ തജ്അലു ബുയൂതക്കും ഖുബൂറ വലാ തജ്അലു ഖബരി ഈദ വസല്ലു അലയ്യ ഫഇന്ന സലാത്തക്കും തബ്ലഗനി ഹൈതു കുൻതും എന്ന ഹദീസും, മറ്റൊരു ഹദീസ് അൻ അലി ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു റആ റജുലൻ യജിഉ ഇലാ ഫുർജത്തിൻ കാനത ഇൻദ ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്ന ഒരു ഹദീസും. ഈ ഹദീസുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഖബറാളികളുടെ അടുത്ത് പോവാതിരിക്കാനും അവിടെ ചെന്ന് സഹായം തേടാതിരിക്കാനുമാവുന്നു. അതുപോലെ തന്നെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം, വൈദാ സഅലക യസ്അലൂനക അനില്ലാഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. ഇങ്ങനെ ഒരു കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇത്തരം ഒരുപാട് കാര്യങ്ങളിലെ കുൽ എന്നുള്ള പ്രയോഗത്തിലൂടെ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഖേന ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും, എന്നാൽ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അവിടെ ഷർത്ത് ഇദാ എന്നുള്ള ഷർത്തിന്റെ അക്ഷരം ഉപയോഗിച്ചുകൊണ്ടും ഫഇന്നി ഖരീബ് കുൽ എന്ന് പ്രയോഗിക്കാതെ ഫഇന്നി ഖരീബ് എന്ന് പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഇസ്തിഗാസ പോലെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നല്ലേ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഡോക്ടർ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഇടവേളയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് ഒഫൂർ അൻവരിയുടെ വിശദീകരണങ്ങൾക്ക് ശേഷം നിങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. ഇവിടെ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, ബഹുമാനപ്പെട്ട ചോദ്യകർത്താവ് അദ്ദേഹത്തിന്റെ ചോദ്യം ഷോർട്ടായിട്ട് ഒന്നുകൂടി ഒന്ന് ഷോർട്ടായിട്ട് ഒന്ന് ആവർത്തിക്കും. ആ ചോദ്യകർത്താവ് അവിടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി മൈക്കിൽ വരണം. ഇതിമോടെ ഉണ്ടോ? കമറു പാലക്കൽ എന്ന് പറഞ്ഞ ഐഡിയിലല്ല. അദ്ദേഹം ചോദിച്ചിട്ടുള്ള ചോദ്യം അദ്ദേഹം അവിടെ ഉണ്ടോ? ഇൻസാനു ഇൻഖത അമലുഹു. ഹലോ. അപ്പോ ചോദ്യകർത്താവ് ഒന്നുകൂടി ആവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മൈക്ക് കാണാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയാം. അദ്ദേഹം ആദ്യമായി സൂചിപ്പിച്ചത് ഇദാ മാത്തൽ ഇൻസാൻ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ് എന്ന ഹദീസാണ്. ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ അയാളുടെ അമല് മുറിഞ്ഞുപോയി 3 കാര്യങ്ങളല്ലാതെ അയാളുടെ അമല്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുറിഞ്ഞുപോയി എന്നാണ്. ഇതിനർത്ഥം ഖബറിൽ അയാൾ ഒന്നും പ്രവർത്തിക്കില്ല എന്നല്ല, അതല്ലെങ്കിൽ ഖബറിൽ അയാൾക്കൊരു പ്രവർത്തനവുമില്ല എന്നുമല്ല. മറിച്ച് അയാളുടെ പരലോകം രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അയാൾക്ക് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അയാളുടേതായുള്ള അയാളുടെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞുപോയി. അയാളുടെ നിസ്കാരം, അതേപോലെ തന്നെ അയാളുടെ നോമ്പ്, അയാളുടെ ഹജ്ജ്, ഇതൊന്നും അയാളുടെ പരലോകം രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അയാളുടേതായ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞുപോയി എന്നാണ്. അല്ലാതെ അയാൾക്ക് ഇനി വേറൊരു പ്രവർത്തനവുമില്ല, അയാൾക്ക് സുഖങ്ങളില്ല, അയാൾക്ക് ദുഃഖങ്ങളില്ല, അല്ലെങ്കിൽ അയാൾ ദോഷിയാണെങ്കിൽ അയാളെ ശിക്ഷിക്കപ്പെടൂല, അയാൾ മുഅ്മിനാണെങ്കിൽ അയാൾക്ക് രക്ഷ കിട്ടൂല.
ഇതൊന്നും ആ ഹദീസിന് അർത്ഥമില്ല. ഇതാ മാത്രം ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ ഇങ്കത്തെ അമലുഹു, അയാളുടെ പരലോകത്ത് നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള അയാളുടേതായിട്ടുള്ള സ്വന്തമായ അമലുകൾ, പ്രവർത്തനങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതെല്ലാം മുറിഞ്ഞുപോയി. ഇല്ലാമിൻ സലാസ്, ഇനി 3 കാര്യങ്ങൾ: സദഖത്തിൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ, ഔ വലദിൻ യദ്ഉ ലഹു, അയാൾക്ക് വേണ്ടി ദുആർക്കുന്ന സ്വാലിഹായ സന്താനം, ഔ ഇൽമിൻ യുന്തഫഉ ബിഹി, അല്ലെങ്കിൽ പ്രയോജനപ്രദമായ വിജ്ഞാനം. ഈ 3 കാര്യങ്ങൾ ഒഴികെ എന്ന് മാത്രമേ ആ ഹദീസിന് അർത്ഥമുള്ളൂ. അതല്ലാതെ ഖബറിൽ പോയ ഒരാൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയൂല, പ്രവർത്തിക്കാൻ കഴിയൂല എന്ന് അതിന് അർത്ഥമേ ഇല്ല. അത് അർത്ഥമേ ഇല്ല എന്നതിനെ ഉപോത്ബലപ്പെടുത്തുന്ന ഒരുപാട് പ്രമാണങ്ങൾ, തെളിവുകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് നിരന്തരമായിട്ട് ധാരാളം ഉദ്ധരിക്കാൻ കഴിയും. ഞാൻ ഒരൊറ്റ ഹദീസ് മാത്രമേ ഇപ്പോൾ നമ്മുടെ മറുപടിയിൽ പറയുന്നുള്ളൂ. ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു തന്റെ ഹയാത്തുൽ അംബിയ എന്ന കൊച്ചുകൃതിയിൽ അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് സഹീഹായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൽ അംബിയാഉ അഹ്യാഉ ഫീ ഖുബൂരിഹിം യുസല്ലൂൻ, അംബിയാക്കൾ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിപ്പുള്ളവരാണ്, അവർ നിസ്കരിക്കുന്നുണ്ട്. മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസാ നബി അലൈഹി സ്വലാം ഖബറിൽ നിസ്കരിക്കുന്നതായിട്ട് കണ്ടു എന്ന് ഹദീസിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ മരിച്ചുപോയാൽ എല്ലാം മുറിഞ്ഞുപോയി എന്ന ചോദ്യകർത്താവ് ഉദ്ദേശിച്ച അല്ലെങ്കിൽ സൂചിപ്പിച്ച ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നാം ഈ ഹദീസുകൾക്ക് എന്തർത്ഥം നൽകും? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, പരലോകത്തിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള അമലുകൾ അത് അയാളുടെ മരണത്തോടുകൂടി മുറിഞ്ഞുപോയി. മരണത്തിന് മുമ്പേ അയാൾക്ക് പരലോകത്തിൽ നിന്ന് അയാൾക്ക് അടിസ്ഥാനപരമായിട്ട് സ്വർഗത്തിൽ കടക്കുവാനുള്ള അമലുകൾ, അയാളുടേതായിട്ടുള്ള അമലുകൾ, അനുഷ്ഠാനങ്ങൾ, ആരാധനകൾ, അത് ഇനി ചെയ്യാനില്ല. ഇനി ഖബറിൽ ചെന്നാൽ അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അയാൾക്ക് ദുനിയാവിൽ ജീവിച്ച ആ നല്ല ജീവിതത്തിന്റെ നേട്ടങ്ങളായിട്ട് അയാൾക്ക് ലഭിക്കുന്ന സുഖങ്ങളാണ്, അല്ലാഹുവിന്റെ നിഅമത്തുകളാണ്, അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അയാൾക്ക് നിസ്കരിക്കാൻ കഴിയും. വലിയ വലിയ മഹാന്മാരാണെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ അവരെ ഇഷ്ടപ്പെടുന്ന, അവരോട് കാര്യങ്ങൾ അപേക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യാനും അവർക്ക് കഴിയും. അതൊക്കെ അല്ലാഹു തആല അവർക്ക് നൽകുന്ന സ്വർഗീയമായ അല്ലെങ്കിൽ പാരത്രികമായ അനുഭൂതികളും അനുഗ്രഹങ്ങളുമാണ്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. അവർ പല പ്രവർത്തനങ്ങളും ചെയ്യും. ഇതാണ് ഇസ്ലാം പറയുന്നത്. പിന്നെ ലാ തജ്അലൂ ബുയൂതകും ഖുബൂറ തുടങ്ങിയ ചില ഹദീസുകളാണ് ചോദ്യകർത്താവ് പിന്നീട് പറഞ്ഞത്. ലാ തജ്അലൂ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്. നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഖബറുകളിൽ അവിടെ ഓത്ത് നടക്കാറില്ല. ഖബറുകളിൽ സാധാരണഗതിയിൽ പലപ്പോഴും മക്ബറകൾ ശൂന്യമായിരിക്കും. അപ്പൊ ഈ ഒരു അവസ്ഥ, ഈ ഒരു രീതി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കരുത്. വീടുകളിൽ എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ ഖബറിൽ കിടക്കുന്ന ആളുകളോട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്നോ മറ്റോ അതിനർത്ഥമേ ഇല്ല. നാം നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം കൊണ്ട് ഭരിതമാക്കണം. ഒരിക്കലും ഖുർആൻ പാരായണം, നിസ്കാരം പോലത്തെ കർമ്മങ്ങളെ തൊട്ട് വീടുകൾ ശൂന്യമാക്കരുത് എന്നേ ആ ഹദീസിന് അർത്ഥമുള്ളൂ. അത് നമ്മുടെ തർക്ക വിഷയമായ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസയുമായിട്ട് ആ ഹദീസിന് പുലബന്ധം പോലും ഇല്ല. ഉണ്ട് എന്നുള്ളത് കേവലം ഒരു തെറ്റിദ്ധാരണയാണ് എന്നാണ് പറയാനുള്ളത്. പിന്നെ യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, പിറവി ചന്ദ്രന്മാരെ പറ്റി അവർ അങ്ങയോട് ചോദിക്കുന്നു. ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, അത് മനുഷ്യർക്ക് സമയങ്ങൾ അറിയാനുള്ള മാർഗങ്ങളാണ്, അല്ലെങ്കിൽ ദിവസങ്ങൾ, മാസങ്ങൾ മനസ്സിലാക്കാനുള്ള അള്ളാഹുവിന്റെ മാധ്യമങ്ങളാണ് എന്നർത്ഥം കുറിക്കുന്ന ആയത്ത് റസൂലുള്ളാഹിനോട് പറയാൻ വേണ്ടി പറഞ്ഞു. അതേസമയത്ത് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്റെ അടിമ എന്നെ പറ്റി ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവനോട് വളരെ സമീപസ്ഥനാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവനോട് വലിയ സമീപസ്ഥനാണ് എന്ന് റസൂലെ അങ്ങ് പറയുക എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. മാ നുസ്സില ഇലൈക്കൽ ഖുർആനു ഇല്ലാ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ജനങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ റസൂലുള്ളാഹിനോട് ഖുൽ എന്ന് പറഞ്ഞാലും ശരി, പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തിൽ ഖുൽ എന്ന് റസൂലുള്ളാഹിനോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചതുപോലെ തന്നെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന ആയത്തിൽ ഖുൽ എന്ന് പറയാതെ തന്നെ റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുക്കണം എന്നതുപോലെ
ഇദാ സഅലക അന്നി ഇബാദി, എന്നെപ്പറ്റി എന്റെ അടിമകൾ അങ്ങയോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപസ്ഥനാണെന്ന് അങ്ങ് പറഞ്ഞു കൊടുത്തുകൊള്ളുക എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അവിടെ കുൽ എന്ന് പ്രയോഗിച്ചാലും പ്രയോഗിച്ചിട്ടില്ലെങ്കിലും റസൂൽ തന്നെയാണ് ഇത് വിശദീകരിക്കേണ്ടത്. അപ്പൊ ഒരു സ്ഥലത്ത് കുൽ എന്ന് പറഞ്ഞു, മറ്റേ സ്ഥലത്ത് കുൽ എന്ന് പറഞ്ഞിട്ടില്ല. പറയാത്തത് കൊണ്ട് ഇസ്തിഗാസ അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ എന്ന് വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ എന്ന് ധരിച്ചു വശാകുന്നത് നമ്മുടെ ഇസ്തിഗാസ എന്താണെന്നോ അല്ലെങ്കിൽ ആയത്തിന്റെ പ്രതിപാദ്യം എന്താണെന്നോ മനസ്സിലാകാതെ, അല്ലെങ്കിൽ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചോദ്യമാണ് എന്ന് മാത്രമാണ് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള ഈ കുൽ ഒരുപാട് ആയത്തുകൾ, ഒരു ഡസനോളം ആയത്തുകൾ അങ്ങനെ കുൽ എന്നുള്ള പ്രയോഗം. അതേസമയം അള്ളാഹുവിനോട് ചോദിക്കുക എന്ന കാര്യത്തിൽ മാത്രം കുൽ എന്നുള്ളത് ഉപേക്ഷിക്കുകയും ചെയ്യുക, അതിനൊരു പ്രത്യേക അർത്ഥമില്ല എന്നാണ് ഉസ്താദ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ വേറൊരു ഹദീസും കൂടി പറഞ്ഞിരുന്നു, ലാ തത്തഖിദു കബരി ഈദ എന്ന് ലാ തത്തഖിദു കബരി ഈദൻ എന്ന് പറഞ്ഞ മറ്റൊരു ഹദീസും കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും കൂടി ഞാൻ ഉദ്ധരിച്ചിരുന്നു. അതിന്റെ വിശദീകരണം ഉസ്താദ് തന്നിട്ടില്ല, അതും കൂടി തരുമെന്ന് വിശ്വസിക്കുകയാണ്. വലാ തജ്അലു ഖബരി ഈദൻ വസല്ലു അലയ്യ ഫഇന്ന സലാത്തക്കും തുബ്ലുഗനി ഹൈസു കുൻതും എന്ന് പറഞ്ഞ ഹദീസും മറ്റൊരു ഹദീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്നഹു റആ റജുലൻ യജീഉ ഇലാ ഫുർജത്തിൻ കാനത ഇൻദ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയദ്ഖുലു ഫിഹാ ഫയദ്ഉ ഫനഹാഹു വഖാല അലാ ഉഹദ്ദിസുകും ഹദീസൻ സമഅതുഹു അൻ അബി അൻ ജദ്ദി അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തത്തഖിദു ഖബരി ഈദൻ വലാ ബുയൂതകും ഖുബൂറ فإن تسليمكم يبلغني أين كنتم رواه الضياء في المختار وأبو يعلى والقاضي وإسماعيل. السلام عليكم. ബഹുമാനപ്പെട്ട സഹോദരൻ, യസ്അലൂനക അനില്ലാഹി ഇല്ലാ ഖുൽ ഹിയ മവാഖീതു ലിന്നാസ് എന്നതിൽ ഖുൽ എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതേസമയത്ത് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്നോട്ട് കുൽ എന്ന് പറഞ്ഞില്ല. പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും റസൂലുള്ളാഹിനോട് അത് റസൂലുള്ള തന്നെയാണ് വിശദീകരിച്ചു കൊടുക്കുന്നത് എന്ന കാര്യം യഥാർത്ഥമാണ് എന്നാണ് ഞാൻ എന്റെ മറുപടിയിൽ പറഞ്ഞത്. അതേസമയത്ത് ഒരു സ്ഥലത്ത് കുല്ലെന്ന് പറഞ്ഞു, മറ്റേ സ്ഥലത്ത് കുല്ലെന്ന് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ട് പറഞ്ഞില്ല, അതിന് ഖുർആന്റെ വ്യാഖ്യാതാക്കൾ വളരെ വ്യക്തമായ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ രഹസ്യങ്ങൾ അവർ വിശദീകരിച്ചതിലൊന്നും തന്നെ അള്ളാഹിനോട് ഇസ്തിഗാസ അള്ളാഹിനോട് മാത്രം, ഇസ്തിഗാസ മഹാന്മാരോട് ചെയ്യരുത് എന്നാണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് ഒരു മുഫസ്സിറും ഒരു ഇടത്തും പറഞ്ഞിട്ടില്ല. ഇസ്തിഗാസ അള്ളാഹുവിനോട് ചെയ്യരുത്, ഇസ്തിഗാസ അള്ളാഹുവിനോട് ചെയ്യരുത് എന്ന് പറയാനാണ് ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്നുള്ളിടത്ത് ഖുൽ എന്നുള്ള കൽപ്പനാക്രിയ അള്ളാഹു തആല ഒഴിവാക്കിയത് എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചർച്ച എന്തുകൊണ്ട് അവിടെ കുൽ പറഞ്ഞു ഇവിടെ കുൽ പറഞ്ഞില്ല എന്നുള്ള ഒരു ഖുർആനിന്റെ വാക്യത്തിന്റെ വ്യാഖ്യാന സംബന്ധമായിട്ടുള്ള ഒരു ചർച്ചയല്ല, മറിച്ച് ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് അവിടെ കുൽ എന്ന് റസൂലുള്ളാഹിനോട് പറയാത്തത് കൊണ്ട് ഇസ്തിഗാസ പാടില്ല എന്ന് അതിന് വിശദീകരണം ഉണ്ടോ ഇല്ലേ? അങ്ങനെ ഒരു ബന്ധം, അത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ബന്ധപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഞാൻ എന്റെ മറുപടിയിൽ പറഞ്ഞത്. പിന്നെ ഒരിടത്ത് കുൽ പറഞ്ഞു, മറ്റൊരിടത്ത് കുൽ പറഞ്ഞില്ല. അത് അല്ലാഹു തആല ഒരു വാക്ക് ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നതിനും മറ്റൊരു സ്ഥലത്ത് ഉപയോഗിക്കാത്തതിനും അതിൻ്റെതായ പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ടാവും, അത് ഉറപ്പാണ്. അത് നമ്മൾ തഫ്സീറിന്റെ കിതാബുകളിൽ ഗവേഷണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധാരാളം രഹസ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ള കാര്യം തീർച്ചയാണ്. ലാ തത്തഖിദു ഖബരി ഈദ എന്നുള്ള ഹദീസാണ് താങ്കൾ രണ്ടാമതായിട്ട് ചോദിച്ച ചോദ്യത്തില് വീണ്ടും ആവർത്തിച്ച ഒരു ഹദീസ്. ലാ തത്തഖിദു ഖബരി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത്, അതൊരു പെരുന്നാളാക്കരുത്, അല്ലെങ്കിൽ പെരുന്നാൾ പോലെ ആവർത്തിതമായി വർഷത്തിൽ ഒരിക്കൽ മാത്രം റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് ആ ഹദീസിന്റെ താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഹാഷിയത്തുൽ ഈദാഹിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ തത്തഖിദു ഖബരി ഈദ, എന്റെ ഖബറിനെ ഒരു പെരുന്നാൾ പോലെ, ഖബറിനെ പെരുന്നാളാക്കുക, ഈദ് എന്ന് പറഞ്ഞാൽ പെരുന്നാളാണ്, ഖബറിനെ പെരുന്നാളാക്കുക എന്ന് പറയുന്നത് ഖബർ പെരുന്നാളാവൂല, പെരുന്നാൾ ഖബറും ആവൂല.
അപ്പോ അതിന്റെ അർത്ഥം ഖബറിനെ പെരുന്നാൾ പോലെയാക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. പെരുന്നാളിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാള് വർഷത്തിലൊരിക്കൽ മാത്രം ആവർത്തിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു ആഘോഷമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പൊ ആ പെരുന്നാൾ പോലെ എന്റെ ഖബറിനെ നിങ്ങൾ ആക്കരുത് എന്നാണ് അതിന്റെ വ്യാഖ്യാനം എന്ന് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ വളരെ വ്യക്തമായിട്ട് തന്നെ തന്റെ ഹാഷിയത്തുൽ ഈലാഹിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് താങ്കൾ ചോദിച്ച മുഖ്താറയിൽ നിന്നുള്ള ആ ഹദീസ്, അതിന്റെ പൂർണ്ണമായ വാചകം ശരിക്കും ഇവിടെ കേൾക്കാത്തത് കൊണ്ട് ഏതാണ് ആ ഹദീസ് എന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ഹദീസ് ഇവിടെ കൃത്യമായി കേട്ടിട്ടില്ല എന്ന് ഉണർത്തുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഹദീസ് ഇതാണ്: അൻ അലി ഇബ്നുൽ ഹസൻ അന്നഹു റആ റജുലൻ യജീഉ ഇലാ ഫുർജത്തിൻ കാനത ഇൻദ ഖബ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയദ്ഖുലു ഫീഹാ ഫയദ്ഉ ഫനഹാഹു വഖാല അലാ ഉഹദ്ദിസുകും ഹദീസൻ സമിഅതുഹു മിൻ അബി അൻ ജദ്ദി അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം قال لا تتخذوا قبري عيدا ولا بيوتكم قبورا فإن تسليمكم يبلغني أين كنتم. ഇതാണ് ഹദീസ്. ഹലോ, നിങ്ങളുടെ ഹദീസ് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചു. പ്രസ്തുത ഹദീസിന്റെ മഖ്റജുകൾ, ആ ഹദീസ് അതിന്റെ സനദുകളും അതിന്റെ റാവിമാരെ സംബന്ധിച്ചുള്ള വിശദമായ പഠനവും ഇപ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ താങ്കൾ ഉന്നയിച്ച അല്ലെങ്കിൽ ഉദ്ധരിച്ച ആ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമിയുടെ ഈ വിശദീകരണത്തോട് ഒരിക്കലും രാജിയാവുന്നില്ല. കാരണം ഏതോ ഒരാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ വന്നുകൊണ്ട്, സവിധത്തിൽ വന്നുകൊണ്ട് നബിക്ക് സലാം പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ദ്വാരക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അലിയാർ തങ്ങൾ പറയുന്നു, ലാ തത്തഖിദു ഖബരി ഈദ, നിങ്ങൾ എന്റെ ഖബറിനെ ഈദാക്കരുത്. നിങ്ങൾ ഓതിയ ആ ഹദീസ് ഞാൻ ഓർമ്മയിലെടുത്തുകൊണ്ട് പറയുകയാണ്. നിങ്ങളുടെ സലാത്ത് തബ്ലുഹു ഹൈസുമാ കുന്തും, അല്ലെങ്കിൽ ഫഇന്ന സലാത്തുക്കും തബ്ലുനി ഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സലാം ഫഇന്ന സലാമക്കും യബ്ലുനി ഹൈസുമാ കുന്തും ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സലാം എന്നിലേക്ക് എത്തും. അപ്പോ ഈ വന്ന മനുഷ്യൻ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് സലാം പറയുന്ന ഈ മനുഷ്യൻ, അയാൾ കേവലം റസൂലുള്ളാഹിന്റെ ഖബറിൽ വരുമ്പോൾ മാത്രം, പെരുന്നാൾ കൊല്ലത്തിലൊരിക്കൽ വരുന്നത് പോലെ കേവലം റസൂലിന്റെ ഖബറിൽ വരുമ്പോൾ മാത്രം അയാൾ ദുആ ചെയ്ത് അവിടെ നിന്നുകൊണ്ട് തവസ്സുലാക്കുകയും അതേപോലെ തന്നെ സലാം പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പൊ ആ ഒരു അവസ്ഥയെ നിരോധിച്ചുകൊണ്ട് അങ്ങനെ മാത്രം പറ്റുകയില്ല. നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ സദാസമയത്തും ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിലാണെങ്കിലും ആയിരക്കണക്കിന് തവണ സലാത്തും സലാമും പറയുക. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹിന്റെ ഖബറിൽ എത്തുമ്പോൾ അവിടെ നിന്ന് സലാത്തും സലാമും പറയുക. ഈ ഒരു രീതിയാണ് മുസ്ലിം സ്വീകരിക്കേണ്ടത്. കേവലം ഒരു പെരുന്നാൾ പോലെ കൊല്ലത്തിലൊരിക്കൽ മാത്രമോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബറിൽ കണ്ടുമുട്ടുമ്പോൾ മാത്രമോ ഈ സലാം ചൊല്ലുന്ന പ്രവർത്തനം, ഏർപ്പാട്, അതിനെയാണ് ആ ഹദീസ് കൊണ്ട് നിരോധിക്കുന്നത് എന്നാണ് ഇതെല്ലാം സംയോജിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം റസൂലുള്ളാഹി പറഞ്ഞത്, ഇപ്പോഴൊക്കെ ഹദീസ് ഇവിടെ ആരോ എഴുതി വിട്ടിട്ടുണ്ടെന്ന് മറിച്ചാണ്, ഫഇന്ന തസ്ലീമക്കും യബ്ലൗനി ഹൈസുമാ കുന്തും, ഫഇന്ന തസ്ലീമക്കും യബ്ലൗനി ഹൈസും ഐന കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സലാം എനിക്കെത്തും. അപ്പോ ഇയാൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അയാളുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അയാൾ സലാം പറയുന്നില്ല. അയാളുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ എത്തുമ്പോൾ മാത്രമാണ് സലാം പറയേണ്ടത് എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ എത്തിക്കൊണ്ട് മാത്രം സലാം ചൊല്ലുക, അപ്പോൾ മാത്രം ആ ഒരു സിയാറത്തിൽ മാത്രം റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആർക്കുക. ഈ ഒരു ശൈലി, അതാണ് ലാ തത്തഖിദു ഖബരി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത്, പെരുന്നാൾ പോലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ശൈലിയിലേക്ക് എന്റെ ഖബറിനെ അല്ലെങ്കിൽ എന്നെ നിങ്ങൾ കൊണ്ടെത്തിക്കരുത് എന്നാണ് ആ ഹദീസിന്റെ താല്പര്യമെന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ആ വ്യാഖ്യാനത്തോട് 100% നിങ്ങൾ ഇപ്പോൾ ഉദ്ധരിച്ച ഹദീസ് യോജിച്ചു വരികയാണ് ചെയ്യുന്നത്, അല്ലാതെ അത് വിയോജിക്കുന്നില്ല.
അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് അവർകളോട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഞാനിവിടെ ഒരു വഹാബിയുടെ സലഫിയുടെ ഒരു ക്ലിപ്പ് കേൾക്കാനിടയായി. എന്തെന്ന് വെച്ചാല് നമ്മളിപ്പോ പലരും പറയുന്നുണ്ട്, എന്താണ് എന്റെ അതായത് എനിക്ക് ഭയങ്കര ബർക്കത്തുണ്ടായി, എന്റെ ഈ കുട്ടി എന്റെ പെൺകുട്ടി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബർക്കത്തുണ്ടായി, അല്ലെങ്കിൽ ഞാൻ ആ സ്ഥലം എടുത്തത് കൊണ്ട് എനിക്ക് ബർക്കത്തുണ്ടായി, അല്ലെങ്കിൽ എന്റെ ആ കുട്ടി പറഞ്ഞപ്പോൾ എനിക്ക് ബർക്കത്തുണ്ടായി എന്നൊക്കെ പറയുന്നത് നമ്മൾ പൊതുവെ സാധാരണ എല്ലാവരുടെയും വായിൽ നിന്ന് കേൾക്കുന്നതാണ്. കാരണം എനിക്ക് മുമ്പ് ഞാമത്തില്ലായിരുന്നു, ഞാൻ അവിടെ ആ വീടും സ്ഥലവും വാങ്ങിയപ്പോൾ എനിക്ക് നല്ല ഞാമത്തുണ്ടായി, മുമ്പ് അത്രയൊന്നും ഞാമത്തൊന്നും ഇല്ലായിരുന്നു, എന്റെ മക്കള് ഇന്ന മകൻ പിറന്നപ്പോ എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അങ്ങനെ ഒരു കുട്ടി പിറക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് അതിൽ എന്തെങ്കിലും അങ്ങനെയുള്ളൊരു പ്രത്യേകിച്ചുള്ളൊരു ബർക്കത്ത് ഉണ്ടാകലുണ്ടോ? അതും കൂടാതെ അത് ഒരു ശിർക്കാകുമോ? അങ്ങനെ നമ്മൾ അവർ ചിന്തിക്കുന്നത്, അതങ്ങനെ പറയല്, അങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതല് അതൊരു ശിർക്കിന്റെ വിഭാഗത്തിൽ പെടുമോ എന്നൊന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരിക്കും. ഞാനൊരു മുജാഹിദിന്റെ സലഫിയുടെ ക്ലിപ്പ് കേട്ടപ്പോൾ അതിൽ അദ്ദേഹം അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്നൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ വളരെ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ മുജാഹിദുകൾ ശിർക്കാണെന്ന് പറയുന്നത് അവര് കെട്ടിപ്പടുത്തുണ്ടാക്കിയ തൗഹീദിന് വിരുദ്ധം, അവര് കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒരു തൗഹീദുണ്ട്, വെച്ചാൽ ഇസ്ലാമിക വിരുദ്ധമായ തൗഹീദ്. ആ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ അതിന് വിരുദ്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് അവർ ശിർക്കെന്ന് പറയും. അത് അവരുടെ നിർവചന പ്രകാരമുള്ള തൗഹീദിന് എന്തൊക്കെയാണോ വിരുദ്ധമാകുന്നത് അതൊക്കെ അവരുടെ അടുക്കൽ ശിർക്കാണ്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഇസ്ലാമികമായിട്ട് അത് ശിർക്കാണോ അല്ലേ? ഇസ്ലാമികമായിട്ട് ഒരാൾ പറയാണ്, എനിക്ക് ഈ കുട്ടി ഉണ്ടായപ്പോൾ പിന്നീട് എന്റെ ജീവിതത്തിൽ നല്ല ബർക്കത്തുണ്ടായി, അല്ലെങ്കിൽ ഈ വീടെടുത്തപ്പോൾ എനിക്ക് നല്ല ബർക്കത്തുണ്ടായി, അല്ലെങ്കിൽ ഈ പെണ്ണിനെ വിവാഹം കഴിച്ചപ്പോൾ എനിക്ക് നല്ല ബർക്കത്തുണ്ടായി, ഈ വാഹനം എടുത്തപ്പോൾ എനിക്ക് നല്ല ബർക്കത്തുണ്ടായി എന്നിങ്ങനെ അയാൾ പറയുന്നതോ അല്ലെങ്കിൽ അയാളുടെ ഒരു അനുഭവമായിട്ട് മനസ്സിലാക്കുന്നതോ ശിർക്കാണോ അല്ലേ? ഒരിക്കലും അത് ശിർക്കല്ല. അങ്ങനെ പറയുന്നത് അനുവദനീയവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നല്ലൊരു ബർക്കത്ത് ചൊരിയാൻ ഒരു കാരണം നിശ്ചയിച്ചു കൊടുത്തതായിട്ട് അയാൾ മനസ്സിലാക്കുകയാണ്. അയാളുടെ ജീവിതത്തിന്റെ അനുഭവമാണ് അയാൾ പറയുന്നത്. ഞാനിങ്ങനെ ഈ കുട്ടി ഉണ്ടായതിനു ശേഷമാണ് എനിക്ക് നല്ല ജീവിതത്തിൽ ബർക്കത്തുണ്ടായത്, ഈ പെണ്ണിനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ നല്ല ഐശ്വര്യമുണ്ടായത്, ഈ വീട് എടുത്തതിന് ശേഷമാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ നല്ല ബർക്കത്തുണ്ടായത് എന്നൊക്കെ ഒരു സത്യവിശ്വാസിയായ ഏകദൈവ വിശ്വാസിയായ നമ്മളെപ്പോലെയുള്ള ഒരു മുസ്ലിം പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം, ഈ ഒരു വീടെടുത്തോടുകൂടി അല്ലാഹു തആല എനിക്ക് നല്ല ഐശ്വര്യം സൃഷ്ടിച്ചു തന്നു, പടച്ചു തന്നു, ഈ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കലോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മനസ്സിലേക്ക് നല്ല ഒരു റാഹത്തും ജീവിതത്തിന് നല്ലൊരു ഐശ്വര്യവും ഉണ്ടാക്കി തന്നു, ഈ ഒരു കുട്ടി പ്രസവിക്കലോടുകൂടി അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങലോടുകൂടി അല്ലാഹു തആല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിപ്പിച്ചു തന്നു, എല്ലാം അള്ളാഹുവിലേക്ക് ചേർത്തി വിശ്വസിക്കുന്ന ഒരു വാചകമായിട്ടാണ്, ഒരു ആശയമായിട്ടാണ് ഏതൊരു സത്യവിശ്വാസിയും ഈ വാചകങ്ങളെ ഉപയോഗിക്കുന്നതും പ്രയോഗിക്കുകയും ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ സത്യവിശ്വാസിയുടെ പ്രസ്തുത വാക്കുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോ ഒരിക്കലും തന്നെ ശിർക്കാകുന്നില്ല. ശിർക്കാണ് എന്ന് താങ്കൾ ഒരു സലഫിയുടെ പ്രഭാഷണത്തിൽ അത് കേട്ടു എന്ന് പറഞ്ഞത് വഹാബികൾ സ്ഥാപിച്ച ഒരു വികലമായ തൗഹീദുണ്ട്. ആ തൗഹീദിന് വിരുദ്ധമായി എന്ന അർത്ഥത്തിൽ മാത്രമാണ് അത് ശിർക്കായത്. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ തൗഹീദിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ അതൊരിക്കലും തന്നെ ശിർക്കല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വഹാബികൾ പലരും തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല വിഷയങ്ങളും ഒന്നാണ്, ആരോടും സഹായം അഭ്യർത്ഥിക്കാൻ പാടില്ല. യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ
അല്ലെങ്കിൽ ബദരീങ്ങളെ എന്നെല്ലാം വിളിച്ചാൽ അവൻ മക്ക മുശ്രിക്കുകളെക്കാളും കടുത്ത മുശ്രിക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിക്കുന്ന പലരും ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ജിദ്ദയിലാണ്. ജിദ്ദയിൽ തന്നെ പലരും നിങ്ങൾ സൂഫിയാക്കളാണ്, നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് സഹായം തേടാൻ അഭ്യർത്ഥിക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ ശരിക്കും യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളല്ല എന്ന് പറഞ്ഞ് പലവരും പല മുജാഹിദ് ആശയമുള്ള അറബികളും ഇവിടെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാനതിന് എനിക്ക് കിട്ടുന്ന പോലുള്ള മറുപടികളും ന്യായങ്ങളും ഒക്കെ പറയാറുമുണ്ട്. എങ്കിലും അവര് അത് നിഷേധിച്ചുകൊണ്ട് നമ്മളെ കളിയാക്കി ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടാകാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളിൽ ഇവർക്കുള്ള മറുപടി എന്താണെന്ന് ഒന്ന് കേട്ടാൽ തരക്കേടില്ല. അത് ഉസ്താദ് വിശദീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ചോദ്യകർത്താക്കൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ ചെയ്യുന്നതോ ആയ ടെക്സ്റ്റുകൾ അടിക്കരുത്. മാന്യമായ ടെക്സ്റ്റുകൾ അടിക്കുക എന്നല്ലാതെ മറ്റ് കാര്യങ്ങളിലൊന്നും മറ്റ് കാര്യങ്ങൾ വഹാബിയാണോ മറ്റേതാണോ മറിച്ചാണോ എന്നൊന്നും നമ്മുടെ പ്രവർത്തകരാരും അടിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ചോദ്യം ചോദിക്കുന്ന ആളുകൾ ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ അവർക്ക് ഹക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ്. ഇവിടെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ടവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്നത് 1:30. അതിനുശേഷം 250 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വന്ന് പിന്നെയും പല ഭാഗങ്ങളിലുമൊക്കെ പോയി വന്ന് വളരെ ക്ഷീണിതനാണ്. എങ്കിൽ പോലും ഞാൻ പറഞ്ഞപ്പോ ഈ വിഷയം പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവാം, ആളുകളുടെ സംശയം തീർക്കുവാമല്ലോ എന്നുള്ള രൂപത്തിലാണ് ഉസ്താദ് ഇപ്പോഴും ഇവിടെ ഒമാനിലെ ടൈം 12 മണി കഴിഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉസ്താദിന്റെ ക്ഷീണം നമുക്കൊക്കെ അറിയാലോ. അപ്പൊ അതുകൊണ്ടിട്ട് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടിട്ട് അങ്ങനത്തെ ഒരു ടെക്സ്റ്റും ആരും അടിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുന്നു. മാത്രമല്ല നമുക്കറിയാം ബഹുമാനപ്പെട്ടവരുടെയൊക്കെ ടൈം വളരെ വിലപ്പെട്ടതാണ്. കുറച്ചൊക്കെ റെസ്റ്റ് കിട്ടുന്നത് പണ്ട് ശിഹാബുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ ഈ വിദേശ പര്യടനത്തിലാണ്. ഇപ്പൊ തന്നെ ഇവിടെ അദ്ദേഹം വന്നിട്ടുള്ളത് ഇൻഷാ അല്ലാഹ് ഇപ്പോ ഇവിടെ വന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 11-ാം തീയതിയോടുകൂടി നാട്ടിൽ പോകും. 12-ാം തീയതിയും 13-ാം തീയതിയും 14-ാം തീയതിയും പരിപാടിയാണ്. 13-ാം തീയതി വേങ്ങരയിലും 14-ാം തീയതി കൈപ്പമംഗലത്തും മുഖാമുഖാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്നാ പിന്നെ തുടങ്ങിയ ഏർപ്പാട്. അപ്പൊ അതുകൊണ്ടിട്ട് വളരെ ശ്രദ്ധിക്കണം. മുഖാമുഖങ്ങളും സംവാദങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ഒരു വിലപ്പെട്ട സമയമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ അപ്പൊ ആരെങ്കിലും ചോദ്യം ചോദിക്കാൻ നല്ല മനസ്സോടുകൂടി വരുമ്പോ നമ്മുടെ ടെക്സ്റ്റുകളെ കാരണമായി ഒരാളും പുറകോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ചോദിച്ചത് നമ്മള് സാധാരണഗതിയിൽ ബദരീങ്ങളെ എന്നൊക്കെ ഒരു സന്നിഗ്ധ ഘട്ടത്തില് മഹാന്മാരായ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പേര് വിളിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് അത് വിളിച്ചു പ്രാർത്ഥനയാണ്, ശിർക്കാണ്, അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആയാണ് അല്ലെങ്കിൽ ഇബാദത്താണ്, അത് അഹ്ലുസുന്നത്തിന്റെ മാർഗമല്ല എന്ന് സൗദി അറേബ്യയിലൊക്കെ അറബികൾ വരെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള അറബികൾ വരെ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെന്താ നമ്മൾ മറുപടി പറയേണ്ടത് എന്നാണ് ചോദ്യകർത്താവിന്റെ ചോദ്യം. അതിനുള്ള മറുപടി ഇത് വളരെ വ്യക്തമായ തെറ്റാണ്. ബദരീങ്ങളെ എന്ന് പറയുന്നത് ബദരീങ്ങളോടുള്ള ഇബാദത്തല്ല, അവരോട് ദുആർക്കലല്ല. അവരോട് നമ്മൾ പറയാം ദുആർക്ക എന്ന് പറഞ്ഞാൽ സൗദിയിലുള്ള അറബികളാവട്ടെ മറ്റ് ഏത് സംശയാലുക്കളാണെങ്കിലും അവരോട് പറയാം ഈ ദുആർക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആർക്ക എന്ന് പറയുന്നത് ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു എന്നാണ്. ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു, റബ്ബിന്റെ പക്കൽ നിന്ന് തന്റെ ആവശ്യങ്ങൾ അപേക്ഷിക്കുന്നതിനാണ് സാങ്കേതികമായിട്ട് ദുആർക്ക എന്ന് പറയാം. ബദരീങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടുന്നതോ അവരെ വിളിക്കുന്നതോ അവരോട് ദുആർക്കലല്ല, ഇബാദത്തിന്റെ ഭാഗമായി വരുന്ന ദുആർക്കലല്ല. അഹ്ലുസുന്ന പറയുന്നത് ദുആർക്ക എന്ന് പറയുന്നത് റബ്ബിനോടുള്ള അപേക്ഷയെ പറ്റിയാണ്. ബദരീങ്ങൾ റബ്ബാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? വഹദീങ്ങൾ റബ്ബാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? റബ്ബിനോടുള്ള ദുആനെ സംബന്ധിച്ചാണ്, റബ്ബിനോടുള്ള അപേക്ഷയെ സംബന്ധിച്ചാണ്. ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു, ഒരു അടിമ തന്റെ റബ്ബിനോട്
തന്റെ ആവശ്യങ്ങൾ അപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് ദുആർക്ക എന്ന് പറയുന്നത്. ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത് അവരോടുള്ള ഈ ഇബാദത്തിന്റെ ദുആ അല്ല. ആണ് എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് ആണ് എന്ന് അവരാണ് സമർത്ഥിക്കേണ്ടത്. മാത്രവുമല്ല, ഇതേ രീതി, ഇതേ ശൈലി അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാര് നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തന്റെ അൽ അദബുൽ മുഫ്രദിൽ വളരെ വ്യക്തമായിട്ട് മാദാ യഖൂലു റജുലു ഇദാ ഖദിറത് റിജ്ലുഹു, ഒരു മനുഷ്യന്റെ കാലിനിക്ക് വലിയ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്താണ് ഒരാൾ പറയേണ്ടത് എന്ന അധ്യായത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ മസിലുകൾ ഇങ്ങനെ കോച്ചി വലിഞ്ഞപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു സ്വഹാബി യാ മുഹമ്മദ് എന്നിങ്ങനെ വഫാത്തായ മുഹമ്മദ് നബിയുടെ പേര് നിദാ ചെയ്യാൻ യാ മുഹമ്മദ് എന്നിങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി പറയുകയും ഇബ്നു ഉമർ തങ്ങൾ അങ്ങനെ പറയുകയും അദ്ദേഹത്തിന്റെ രോഗം ശിഫയാവുകയും ചെയ്ത സംഭവം ഇമാം ബുഖാരി തങ്ങൾ അൽ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു അധ്യായത്തിൽ ആ ഹദീസ് ആ പ്രസ്തുത അധ്യായത്തിൽ നൽകുക തന്നെ ചെയ്തിട്ടുണ്ട്. ഒന്ന്. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇന്ന് കേരളത്തിലുള്ള മുജാഹിദുകൾ അവര് വീണ്ടും വീണ്ടും പൊട്ടിപ്പിളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേകമായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. യാ ഇബാദല്ലാഹ് ഈനൂനി, വിജനമായ ഒരു മരുഭൂമിയിൽ അകപ്പെട്ട ആരാരുമില്ലാത്തൊരു ഘട്ടത്തിൽ ഒരു മനുഷ്യൻ തന്റെ മൃഗം കാണാനില്ലാതെയാവുകയോ അല്ലെങ്കിൽ തനിക്ക് പ്രത്യേകമായ ഒരു സഹായം ആവശ്യമായി വരികയോ ചെയ്യുന്ന ഒരു സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ അദൃശ്യരായ യാ ഇബാദല്ലാഹ് ഈനൂനി, അദൃശ്യരായ ആളുകളോട് യാ ഇബാദല്ലാഹ് ഈനൂനി, അള്ളാഹുവിന്റെ അടിയാറുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് തന്നെ കൽപ്പിക്കുകയും അത് സലഫ് സ്വാലിഹീങ്ങൾ പ്രാവർത്തികമാക്കുകയും അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പ്രവർത്തിക്കുകയും ഇമാം നവവി പ്രവർത്തിക്കുകയും അവരുടെ ഉസ്താദുമാർ പ്രവർത്തിക്കുകയും ഇമാം ഷൗക്കാനി അംഗീകരിക്കുകയും ഇമാം ഷൗക്കാനി എന്ന പേരിലാണ് വഹാബികൾ അയാളെ പരിചയപ്പെടുത്താറുള്ളത്. ഇമാം ഷൗക്കാനി, അങ്ങനെയുള്ള ഷൗക്കാനി അംഗീകരിക്കുകയും ചെയ്ത ഒരു പ്രവർത്തനം നമ്മുടെ മുമ്പിലുണ്ട്. ഈ പ്രവർത്തനം ഇന്ന് മുജാഹിദുകളെ അവർക്ക് നേരെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഈ ഹദീസ് അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ സലഫ് സ്വാലിഹീങ്ങളുടെ ഈ നിലപാട്, ഈ നടപടികൾ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തില് ഇങ്ങനെ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ് എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്ന് സൗദിയിലും മറ്റുമുള്ള അറബികളും മറ്റുള്ളവരും പറയുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിട്ടുള്ളത് തെറ്റാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. അത് യഥാർത്ഥ ദീനിന്റെ വിശ്വാസ ആചാരത്തിന് തീർത്തും ഘടകവിരുദ്ധമാണ് എന്നാണ് നാം അവരോട് നൽകേണ്ടുന്ന മറുപടി. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ കേൾക്കുന്നില്ലേ? ഹലോ അദ്ദേഹം പറഞ്ഞതൊന്നും കേട്ടില്ല. റഷീദ് തില്ലങ്കേരി അല്ലേ? തില്ലങ്കേരി, റഷീദ് തില്ലങ്കേരി പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. ഒന്ന് മൈക്കിൽ വരൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഞാൻ അലവിക്കുട്ടി ഹുദവി, പുതിയ ഐഡിയിൽ നിന്നായതുകൊണ്ട് മനസ്സിലാകായ്മ ഉള്ളവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ കുറച്ചു നേരമായിട്ട് മൈക്ക് എടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ലൈനിലുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് കയറി വരാനുള്ള പ്രയാസം കൊണ്ടാ. ഞാനിപ്പോ കാര്യമായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് ആളുകൾ റൈസ് ഹാൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. ഞാനിപ്പോ ദുബായിൽ നിന്നാണ് പ്രിയപ്പെട്ട കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ ഉസ്താദ് അബൂബക്കർ ദാരിമി, അതുപോലെ ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൻവരി തുടങ്ങിയുള്ള നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ വർത്തമാനത്തിന്റെ അഭിമാനവും ഇൻഷാ അല്ലാഹ് ഭാവിയുടെ പ്രത്യാശയുമായ നമ്മുടെ വളർന്നു വരുന്ന പണ്ഡിത
പണ്ഡിതന്മാർ അവരുടെ സാന്നിധ്യത്തിലും അവരുടെ പണ്ഡിതോചിതമായ നേതൃത്വത്തിലും ഒക്കെയുള്ള സന്തോഷം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രകടിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവരെ പ്രത്യേകമായി അനുമോദനങ്ങൾ അറിയിക്കുന്നു, സന്തോഷങ്ങൾ അറിയിക്കുന്നു, തഹയ്യാത്ത് അശ്വാഖുകൾ അറിയിക്കുന്നു. അവർക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ദുആ ചെയ്യണം. ബഹുമാന്യരായ ഉസ്താദുമാർ, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരനായ MT അബൂബക്കർ ദാരിമി ഉസ്താദ്, നമ്മുടെ പ്രഗത്ഭനായ നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദ് MT അബ്ദുള്ള മുസ്ലിയാർ ഉസ്താദ് അവരുടെ പ്രിയപ്പെട്ട പുത്രൻ, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ പിതാവിന്റെ അതേ വഴിയിൽ തന്നെ അങ്ങനെയുണ്ടല്ലോ, എന്ന് കറമൽ അദിയെ പറ്റി പറഞ്ഞ പോലെ ഇൽമിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ സുന്നത്തി ജമാഅത്തിന്റെ പ്രബോധന വിഷയത്തിലും സക്കാത്ത്, ബുദ്ധി തുടങ്ങിയുള്ള വിഷയങ്ങളിലുമൊക്കെ തന്നെ പ്രിയങ്കരനായ ആ പ്രിയപ്പെട്ട പിതാവിന്റെ വഴിയിൽ തന്നെ ബഹുമാന്യനായ നമ്മുടെ ഉസ്താദ് അബൂബക്കർ ദാരിമി ഉസ്താദ് വളർന്നു വരുന്നു, ഉയർന്നു വരുന്നു കാണുന്നത് നമുക്ക് അനൽപമായ സന്തോഷമുണ്ട്. നമുക്കറിയാം, കുറച്ചു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ചെമ്മാട് പരിസരത്ത് നടന്ന ഒരു ഖാളി സംവാദത്തിലൊക്കെ സുന്നത്തി ജമാഅത്തിന്റെ അഥവാ സത്യത്തിന്റെ ഹക്കിന്റെ വിരുദ്ധ ചേരിയെ ശരിക്കും അവരെ എന്താ പറയാ, അവർക്ക് കൃത്യമായി മുത്തന്യായ ജവാബ് കൊടുക്കുന്നതിൽ, അതുപോലെ സത്യത്തിന്റെ ചേരിയെ വിജയിപ്പിച്ചെടുക്കുന്നതിലൊക്കെ വളരെ അനൽപമായ പങ്കുവഹിച്ചിട്ടുള്ള പ്രഗത്ഭനായ ഉസ്താദാണ്. ഞാൻ അദ്ദേഹത്തെ ഇരുത്തി അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പറയുന്നത് അദ്ദേഹത്തിനും ഇഷ്ടമില്ല. അതുകൊണ്ട് മാത്രമല്ല, നല്ലൊരു പരിപാടി നടക്കുകയാണ്, അതിനെ ഞാൻ വേറെ രീതിയിൽ കൊണ്ടുപോകല്ല. നമ്മുടെ എല്ലാ സന്തോഷവും അവരൊക്കെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന് അള്ളാഹു താല ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും സലാമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു താല അവർക്ക് വളരെ ആഫിയത്തോടു കൂടിയുള്ള സിഹത്ത് സലാമത്തോടു കൂടിയുള്ള ദീർഘായുസ്സും പരിശുദ്ധ ദീനിന് സുന്നത്തി ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും അവർക്കൊക്കെ നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിനെ നയിച്ചു വരുന്ന പ്രിയങ്കരനായ അബ്ദുൽ ഗഫൂർ അൻവരി, അദ്ദേഹത്തിന്റെയൊക്കെ പ്രൗഢമായ ക്ലാസ് നമുക്ക് വളരെ വിജ്ഞാന വിഭവ സമ്പന്നമാക്കുന്നതാണ്. അള്ളാഹു അവരുടെയൊക്കെ ഇൽമിലും അതുപോലെ അവരുടെയൊക്കെ ആയുസ്സിലും ഒക്കെ അള്ളാഹു തൗഫീഖും മദദും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് റൂമിന് വേണ്ടി ഒരിക്കലൂടെ നമ്മുടെ എല്ലാവരുടെയും സന്തോഷങ്ങളും പ്രാർത്ഥനകളും അവർക്കുണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ജസാക്കുമുല്ലാഹു ഖൈറ, വല്ലാഹു ബാരിക് ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വളരെ സന്തോഷം. അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. ബഹുമാനപ്പെട്ട അലവിക്കുട്ടി ഹുദവി ഉസ്താദാണ് നമ്മോട് സംസാരിച്ചത്. വളരെ സന്തോഷം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത KPS സമദ് അവിടെ ഉണ്ടോ? അദ്ദേഹം ചോദ്യം ചോദിക്കാനാണെങ്കിൽ KPS സമദ് അവിടെ ഉണ്ടോ? KPS സമദ് അവിടെ ഉണ്ടോ? അമീർ സാഹിബ് ഒന്ന് ശ്രദ്ധിക്കണം, ഇല്ലാത്ത ആളുകളെ ഡോട്ടിട്ട് താഴെ വെക്കണം. അബ്ദുള്ള സാഹിബ് അവിടെ ഉണ്ടോ? അബ്ദുള്ള സാഹിബ് മൈക്ക് വേണം. ആയിവാ ഞാൻ മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് ചോദിക്കാനുള്ളത്, ഓക്കെ ആരെങ്കിലും നമ്മൾക്ക് ചോദിക്കാം, പ്രശ്നമല്ല. ആരെങ്കിലും മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മുൻഗണനയുണ്ട്. എസ് അടിക്കുക, അവർക്ക് വേണ്ടി മൈക്ക് ഞാൻ റിലീസ് ചെയ്യാം. ഞങ്ങൾ ചോദിക്കാം, പ്രശ്നമല്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം, അവർ ചോദിക്കട്ടെ. നമുക്കൊക്കെ പിന്നീട് ചോദിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിക്ക്, നിങ്ങൾക്ക് മൈക്ക് ഞാൻ തരുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് കടക്കും. എന്റെ ചോദ്യത്തിലേക്ക് കടക്കണോ അല്ല? ഓക്കെ, ഏതായാലും സമയം ഞാൻ കളയുന്നില്ല. എനിക്ക് ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, ഈ ഹിന്ദുക്കൾ, അതായത് അമുസ്ലിങ്ങളെ കൊണ്ട് പലരും അവിടെ ചെന്നുകൊണ്ട് ശിർക്ക്, അതായത് സിഹർ ചെയ്യുകയും അവരുടെ സാധനത്തിന് വേണ്ടി അവിടെ ചെന്ന് പല മരുന്നുകൾ അതുപോലെ പൊടികളും മറ്റും കൊണ്ടുവന്ന് അവരുടെ സാധ്യത്തിന് വേണ്ടിയിട്ട് പലതും ചെയ്യുന്നുണ്ട്. അത് ഒക്കെ ഷിർക്കിൽ പെടൂലെ എന്നാണ് എനിക്ക് ഉസ്താദിനോട് ചോദിക്കാനുള്ളത്. അവർ ഇസ്ലാം തികച്ചും പുറത്താകും, അവർക്ക്
തൗബ ഉണ്ടാവുകയില്ലേ? അത് കഠിന ശിർക്കാണോ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. പലരും അറിവില്ലാത്ത പലരും എന്റെ നാട്ടിൽ, ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്, എന്റെ അടുത്ത് ഒരു സ്ഥലത്ത് ഒരു ബട്ടൺ ഞങ്ങളുടെ നാട്ടിൽ ബട്ടൺ എന്ന് പറയാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പല വേലകളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പലരോടും ഞാൻ ഉപദേശിക്കുകയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്നോട് വന്നിട്ട് പോയ ആൾക്കാർ അവിടെ ഇന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ അത് പിന്നെ കഠിന ശിർക്കാണ്, അതിന് തൗബ ഉണ്ടാവുകയില്ല, അവർക്ക് മടങ്ങി വരാൻ വേണ്ടി സാധിക്കുകയില്ലേ? എന്താണ് എന്നൊന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരിക്കും. കാരണം ഇത് പലർക്കും എനിക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിന് ഒരു മറുപടി എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് കഠിന ശിർക്കാണോ, അങ്ങനെ കുറ്റകരമല്ലേ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ വിശദമായ അപഗ്രഥനം ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദും സുഹൃത്തുമായ അബ്ദുൽ ഗഫൂർ അൻവരി അവർകള് ഇവിടെ കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്. അതിന്റെ തുടർ പ്രഭാഷണങ്ങൾ ഇനിയും ഇവിടെ നടക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സിഹർ, പിശാജ്, ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് ആ പ്രഭാഷണങ്ങളുടെ തുടർച്ചയായി വരുന്ന സംവാദത്തിലാണ് നടത്തേണ്ടത് എന്ന് ഇതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ നേരത്തെ നമുക്ക് അറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഇപ്പോ പുതുതായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിക്കുന്നതോടൊപ്പം ഇപ്പൊ വന്ന ചോദ്യത്തിന് ഒരു ഹ്രസ്വമായ ഒരു മറുപടി മാത്രം നൽകിയിട്ട് ആ വിഷയത്തെ തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യാനാണ് ഇപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങളെ സമീപിച്ചുകൊണ്ട്, ഈ സാഹിര്യങ്ങളായ സിഹറുകാരായ മുസ്ലിങ്ങളെ സമീപിച്ചുകൊണ്ട്, മുസ്ലിങ്ങൾ തന്നെ അവരെ സമീപിച്ചുകൊണ്ട് അവരെ കൊണ്ട് ചില മാരണവിദ്യകൾ തങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ ആകത്തുക ശക്തമായ ഹറാമാണത്. സാഹിര്യങ്ങൾ അമുസ്ലിങ്ങളാവട്ടെ ഇനി മുസ്ലിങ്ങളാവട്ടെ, ഇങ്ങനെ അമുസ്ലിമീങ്ങളെ സമീപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളിൽപ്പെട്ട സാഹിര്യങ്ങളെ സമീപിച്ചുകൊണ്ടോ ഒരാൾ തന്റെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിപ്പിക്കുവാൻ വേണ്ടി, മറ്റുള്ളവർക്കെതിരിൽ പ്രയോഗിക്കുവാൻ വേണ്ടി സിഹർ ചെയ്യിപ്പിക്കുക എന്നുള്ളത്, സിഹർ ചെയ്യും പോലെ തന്നെ സിഹർ ചെയ്യിപ്പിക്കലും ശക്തമായ കഠിനമായ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഹറാമ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അയാൾ കാഫിറാകുമോ ഇല്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അയാൾ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് കാഫിറാകുമോ? ഒരാള് സിഹർ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ സിഹർ ചെയ്യിപ്പിച്ചതുകൊണ്ട് മാത്രം അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മുർത്തദ്ദായി തീരുന്ന കാഫിറാകുന്നില്ല. സിഹർ ചെയ്തതുകൊണ്ട്, സിഹർ വൻദോഷമാണ് എന്നാണ്. കുഫറിന്റെ താഴെ വരുന്ന, കുഫറിന്റെ തൊട്ടു താഴെ വരുന്ന ആത്മഹത്യ പോലുള്ള, വ്യഭിചാരം പോലുള്ള ഒരു മഹാപാതകമാണ് സിഹർ ചെയ്യലും ചെയ്യിപ്പിക്കലും. അതുകൊണ്ട് തന്നെ സിഹർ ചെയ്യുകയോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്തതുകൊണ്ട് മാത്രം ഒരാളുടെ മുസ്ലിം ഐഡന്റിറ്റി, ഇസ്ലാമിക് ഐഡന്റിറ്റി, അത് ഒരിക്കലും അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു മുർത്തദ്ദായി അയാൾ മാറുന്നില്ല. അതേ സമയത്ത് അയാൾ ചെയ്തത് മഹാപാതകമാണ്, മുശ്രിക്കുകളുടെ അല്ലെങ്കിൽ കാഫിറുകളുടെ പ്രവൃത്തിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഏതുപോലെ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെ നാട്ടിൽ ചാരായം കുടിച്ചുന്നത് നമ്മളെ നാട്ടിലത്തെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആൾക്കാരുടെ പ്രവൃത്തിയാണ് നമ്മൾ പറയാറില്ലേ? എന്നതുപോലെ ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിക്കാത്ത, ഇസ്ലാമിന്റെ മൂല്യങ്ങളോട് ഒരു നിലക്കും സമരസപ്പെട്ടു പോകാത്ത ഒരു അനിസ്ലാമിക പ്രവൃത്തിയാണ് ശിർക്ക് ചെയ്യലും ചെയ്യിപ്പിക്കലും എന്ന് നമുക്ക് പറയാം. കേവലം സിഹർ ചെയ്യലും സിഹർ ചെയ്യിപ്പിക്കലും കൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മുർത്തദ്ദാണ്, മതഭ്രഷ്ടനാണ് എന്ന് വിധി കൽപ്പിക്കപ്പെടാൻ പറ്റുകയില്ല എന്നാണ് അതിന്റെ വിധി. ഇനി അതുമായി ബന്ധപ്പെട്ട, സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പ്രിയങ്കരനായ ഗഫൂർ അൻവരി ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വിശദമായി ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും ഉസ്താദ്. നേരത്തെ ചോദിച്ച ആൾ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം കൂടി ചോദിക്കാനായിരുന്നു.
ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ക്ഷാമം നേരിട്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതുസ്ഖീന വ ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിന ഫസ്ഖിന. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുള്ള കാലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയെ കൊണ്ടും അമ്മിനെ കൊണ്ടുമാണ് തവസ്സുലാക്കിയത്. അതായത് ജീവിച്ചിരിക്കുന്ന ആളുകളോട് അവരെ വിളിച്ച് ദ്വാരപ്പിക്കുന്ന ഒരു സമീപനമാണ് സഹാബത്തൊക്കെ സ്വീകരിച്ചിരുന്നത് എന്ന് കരുതുകയാണെങ്കിൽ അത് തെറ്റാവും ഉസ്താദേ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രസ്തുത ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ കിതാബുൽ ഇസ്തിസ്ഖാ മഴയെ ചോദിക്കുന്ന അധ്യായത്തിൽ രേഖപ്പെടുത്തിയ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് ഈ ഹദീസ്. അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ബിനബിയിക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബിഅമ്മി നബിയിന ഫസ്കിന, ഇപ്പോൾ ഞങ്ങളുടെ നബിയുടെ പിതൃവിനെ കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണേ. ഇവിടെ യഥാർത്ഥത്തിൽ ഈ രണ്ട് തവസ്സുലും റസൂലിനെ കൊണ്ടുള്ള തവസ്സുലാണ്. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് നബിയെ കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കിയിരുന്നു. ഇപ്പോൾ ആ നബിയുടെ പിതൃവിനെ കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കുന്നു. ഇത് രണ്ടും നബിയെ കൊണ്ടുള്ള തവസ്സുലാണ്. ഇതിലൊന്ന് നബിയെ കൊണ്ടും മറ്റേതിൽ നബിയെ ഒഴിവാക്കിക്കൊണ്ടുമുള്ള തവസ്സുലാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പ്രസ്തുത ചോദ്യത്തിന് പ്രസക്തിയുള്ളത്. യഥാർത്ഥത്തിൽ ഈ രണ്ടും നബിയുടെ ജീവിതകാലത്ത് നബിയെ കൊണ്ട് തവസ്സുലാക്കിയതും നബിയുടെ വഫാത്തിനു ശേഷം നബിയുടെ പുത്രനല്ല റസൂലുള്ളാഹിന്റെ പിതൃവിനെ കൊണ്ട് തവസ്സുലാക്കിയതും ഒക്കെ നബിയെ കൊണ്ടുള്ള തവസ്സുൽ തന്നെയാണ്. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങൾ നബിയെ കൊണ്ട് തവസ്സുലാക്കാറുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കും. ഞങ്ങൾ നബിയുടെ പിതൃവിനെ കൊണ്ട് തവസ്സുലാക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ മഴ വർഷിപ്പിക്കണേ. ഇവിടെ രണ്ടായാലും തവസ്സുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചു വാങ്ങുമ്പോ ആ കാര്യം എളുപ്പത്തിൽ സാധ്യതമാകുവാൻ വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളെ അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനോട് പറയുക, അള്ളാഹുവേ ഇന്ന ആളുകളാണല്ലോ ഞങ്ങൾ, അതുകൊണ്ട് അയാളുടെ ബഹുമാനാർത്ഥം ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ എന്ന ഒരു രീതിയാണ് ഇവിടുത്തെ തവസ്സുൽ എന്ന് പറയുന്നത്. ഇവിടെ റസൂലിനെ കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കാറുണ്ടായിരുന്നു, ആ റസൂലിന്റെ പിതൃവിനെ കൊണ്ടാണ് ഞങ്ങൾ തവസ്സുലാക്കുന്നത്. അപ്പോ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ദുആർക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടെങ്കിലും, അതിനോട് ശ്രദ്ധിക്കണം പറയുന്ന കാര്യം, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് ദുആർക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടെങ്കിലും എന്തുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ദുആർക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു? എന്താ ബാക്കി ഒരുപാട് സ്വഹാബിമാർ അവിടെ അല്ലേ? അവരെ കൊണ്ടൊന്നും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ അഫ്ളലായ ഫളീലത്തുള്ള സഹാബിമാർ വേറുണ്ടല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവിടെ വേറല്ലേ? അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ അവിടെ വേറല്ലേ? വേറെ എത്രയോ അശ്റത്തുൽ മുബശ്ശിരീങ്ങളായ വേറെ എത്രയോ സഹാബിമാരില്ലേ? എന്നിട്ടും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ദുആർക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് അള്ളാഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഈ വാചകം കൊണ്ട് ദുആർക്കുന്നത്. അപ്പൊ നേരത്തെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ദുആർക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് കേവലം അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ബാസായി എന്നതിന്റെ പേരിലല്ല, മറിച്ച് റസൂലിന്റെ പിതൃവനായി എന്നുള്ളതാണ്. അപ്പൊ റസൂലിന്റെ പിതൃവനായ അബ്ബാസ് റളിയല്ലാഹുവിനോട് ദുആർക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അത് റസൂലിനെ കൊണ്ടുള്ള തവസ്സുലാണ്. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ പറയാണ്, അള്ളാഹുവേ നീ മഴ വർഷിപ്പിച്ചു തരണം. കാരണം ഞങ്ങൾ ദുആർക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് നീ ഇഷ്ടപ്പെട്ട റസൂലിന്റെ പിതൃവനോടാണ്. അപ്പോ നിന്റെ റസൂലിന്റെ പിതൃവ്യൻ എന്ന നിലക്ക് ആ റസൂലിന്റെ മാഹാത്മ്യം ആ റസൂലിന്റെ പിതൃവ്യനിലുണ്ടാകും എന്നതുകൊണ്ട് ആ ഒരു ബഹുമാനം കണ്ടിട്ട്, ആ ഒരു ഹുർമത്തിന് മാനിച്ചുകൊണ്ട്, ആ നിന്നോടുള്ള ആ അടുപ്പം മാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണേ എന്ന് പറയുമ്പോ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഖാസായിട്ട് പ്രത്യേകമായിട്ട് ദുആർപ്പിക്കുവാനുള്ള കാരണമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ദുആയിൽ ഉൾപ്പെടുത്തിയ വാചകത്തിൽ പറഞ്ഞത് അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരല്ല, മറിച്ച് അമ്മു നബിയിന എന്നാണ്, ഞങ്ങളുടെ നബിയുടെ പിതൃവിനെ കൊണ്ട് എന്നാണ്. അപ്പൊ നബിയുടെ പിതൃവനാവുക എന്ന പ്രത്യേകതയുണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. അപ്പൊ ആ ഒരു പ്രത്യേകതയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. അപ്പൊ നബിയിലൂടെ ലഭിച്ച ഒരു ബഹുമാനമാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനുള്ളത്.
ഈ ബഹുമാനത്തെയാണ് അള്ളാഹുവേ നിന്റെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് മരിച്ചുപോയ റസൂലിനെ കൊണ്ടുള്ള തവസ്സുൽ കൂടിയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് തവസ്സുലാക്കിയതുപോലെ തന്നെ വഫാത്തായി പോയ റസൂലിനെ കൊണ്ടും തവസ്സുലാക്കലാണ് അവിടെ നടന്നത്. കാരണം തവസ്സുൽ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ബഹുമാനത്തിന് വിധേയരായിരിക്കുന്ന വ്യക്തികളെയോ കാര്യങ്ങളെയോ അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് തവസ്സുൽ. ആ തവസ്സുലിന്റെ നിർവചനത്തിൽ വളരെ വ്യക്തമായി ഉൾപ്പെടുന്ന ഈ വാചകത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റസൂലിനെ കൊണ്ട് വഫാത്തിന് ശേഷവും തവസ്സുലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ചോദ്യകർത്താവ് പറഞ്ഞ വഫാത്തിന് ശേഷം പിന്നെ വഫാത്തായവരെ കൊണ്ട് തവസ്സുലാക്കാൻ പാടില്ല എന്ന് പറയാനാണ് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന വിശദീകരണം തികച്ചും നിരർത്ഥകമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുണ്ടാവുന്നായിരുന്നു. പിന്നെ തുടങ്ങിയ വിഷയം ഫുള്ള് കേട്ടിട്ടില്ല. പക്ഷെ ഇന്നലെ പറഞ്ഞ വിഷയത്തില് പിന്നെ ഇവരെ ജിന്നുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങള് ഉണ്ടാവും എന്നാണ് വിചാരിച്ചിരുന്നത്. അത് ഒന്നുകൂടെ കേൾക്കാൻ താല്പര്യമുണ്ട്. കൂടുതൽ ആ വിഷയത്തെ കുറിച്ച് പിന്നെ അറിയാത്തതുകൊണ്ടും പിന്നെ ഇപ്പോ മുജാഹിദ് പക്ഷത്ത് ആരൊക്കെയാണ് അതിന്റെ ഉള്ളതെന്നും ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് ഉസ്താദ് പറഞ്ഞു തന്നാല് വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് വളരെ വിശദമായിട്ട് പറയേണ്ടുന്ന ഒരു മറുപടിയാണ് ഇതിന് വേണ്ടുന്നത്. പക്ഷെ ഞാൻ ചുരുക്കി പറയാം. ഇത് നേരത്തെ നമ്മുടെ വിഷയാവതരണത്തിൽ ഏകദേശം സൂചനകൾ നൽകപ്പെട്ട ഒരു വിഷയമാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത്. ഒന്നുകൂടി ആവർത്തിക്കുകയാണെന്ന് മാത്രം. ഇന്ന് കേരളത്തിൽ വിവാദമായത് യാ ഇബാദല്ലാ അഈനുനി, വിജനമായ ഒരു സ്ഥലത്ത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, അവന്റെ അടിമകളെ, അദൃശ്യമാർഗത്തിലുള്ള അടിമകളെ സഹായം ചോദിക്കുവാൻ വേണ്ടി വിളിക്കണം നിർദ്ദേശിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ്. ആ ഹദീസ് 2-3 രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യാ ഇബാദല്ലാ അഈനൂനി, യാ ഇബാദല്ലാ അഈസൂനി, യാ ഇബാദല്ലാ ഇഹ്ബിസൂലി തുടങ്ങിയ വാക്കുകൾ കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രസ്തുത ഹദീസിന്റെ വിവിധ റിപ്പോർട്ടുകൾ നമ്മുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പരന്നു കിടക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ആ ഹദീസിന്റെ താല്പര്യപ്രകാരം സലഫ് സ്വാലിഹീങ്ങൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം നവവി, അവിടുത്തെ ഉസ്താദ്, ഇവരെല്ലാവരും അമല് ചെയ്തിട്ടുണ്ട്. മുജാഹിദുകൾ ബഹുമാനിക്കുന്ന ഷൗക്കാനി എന്ന് പറയുന്ന പണ്ഡിതൻ, അയാൾ അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാകിരീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിന്റെ പ്രാമാണികതയെ ആസ്പദമാക്കിക്കൊണ്ട് ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഇന്ന് മുജാഹിദുകൾ വീണ്ടും വീണ്ടും പുലർന്നിരിക്കുകയാണ്. അഥവാ മടവൂരി വിഭാഗം, നേരത്തെ 2003 അടർന്നു പോയൊരു വിഭാഗമാണ് മടവൂരികൾ. മടവൂരികൾ എന്ന് പറയുന്ന അവരിപ്പോൾ അവരുടെ ലേഖനങ്ങളിലും പ്രഭാഷണങ്ങളിലും പറയുന്നത് ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് അത് ശിർക്കാണ്. ജിന്നുകൾക്ക് അഭൗതികമായ ഒരു സഹായവും ഇവിടെ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വിശ്വസിക്കുന്നത് ശിർക്കാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അവരോട് ചോദിക്കുന്നത് ശിർക്കാണ്. മലക്കുകളും ഇപ്രകാരം തന്നെയാണ്. അപ്പോ ഹദീസുകളിലോ ആയത്തിലോ മലക്കുകൾക്കോ അല്ലെങ്കിൽ ജിന്നുകൾക്കോ അവരുടെ അദൃശ്യമായ വല്ല ഇടപെടലുകളും സംഭവിക്കുന്നതിനെ പറ്റി ഖുർആനിലോ ഹദീസിലോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരു ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ തന്നെ അതിനെ മറികടന്നുകൊണ്ട്, അതിനെ ചാടിക്കടന്നുകൊണ്ട് അത്തരം ഹദീസുകളെയും ആയത്തുകളെയും മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു തത്വശാസ്ത്രമാണ് മടവൂരികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ 2003 ഭിന്നിപ്പിന് ആധാരമായ ജിന്നുകളുടെ ഇടപെടലുകൾ, ജിന്നുകളുടെ സാന്നിധ്യങ്ങൾ, ജിന്നുകളുടെ സഹായങ്ങൾ, അവരുമായി ബന്ധപ്പെടാനുള്ള മാർഗങ്ങൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മടവൂരികളും ഔദ്യോഗിക വിഭാഗം മുജാഹിദുകളും പിളർന്നപ്പോൾ തന്നെ ഔദ്യോഗിക വിഭാഗം മുജാഹിദുകൾ ഒരുപാട് കാലം, ഒരു 5-6 വർഷം യാ ഇബാദല്ലാ അഈനൂനി, വിജനമായ സ്ഥലത്ത് അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ എന്ന ഈ വിളി അതിനെ അംഗീകരിച്ചുകൊണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി ആവട്ടെ, ഹനീഫ് കായക്കൊടി ആവട്ടെ,
അനസ് മൗലവി ആവട്ടെ, സക്കരിയ സലാഹി ആവട്ടെ, മുജാഹിദ് ബാലുശ്ശേരി ആവട്ടെ, ഇവരെല്ലാവരും ആ ഹദീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്നു. പക്ഷെ ഈ പോക്ക് പോയാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ പൊളിയും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പ് വൈരങ്ങളെ കൊണ്ടോ എന്തോ ആവട്ടെ, നമ്മൾ അതിന്റെ പിന്നിലുള്ള അടിയൊഴുക്കുകളെ കുറിച്ച് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇതിൽ നിന്ന് 5-6 വർഷം ഇത് പാടി നടന്നിരുന്ന അബ്ദുറഹ്മാൻ സലഫി, അനസ് മൗലവി, ഹനീഫ് മൗലവി പോലെയുള്ള മുജാഹിദിലെ പ്രഗത്ഭരായ അല്ലെങ്കിൽ അറിയപ്പെട്ട പ്രഭാഷകന്മാര് അവര് മാളത്തിലേക്ക് പിൻവലിയുകയും സക്കരിയ സലാഹിയും കുറച്ചാളുകളും ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ പറയുന്നത് ഔദ്യോഗിക വിഭാഗമായ അബ്ദുറഹ്മാൻ സലഫിയും KNM പ്രവർത്തക സമിതിയും ഒക്കെ പറയുന്നത് ജിന്നുകളോട് ഏതർത്ഥത്തിലും സഹായം ചോദിക്കൽ അത് ശിർക്കാണ് എന്നാണ്. സക്കരിയ സലാഹിയും സിൽബന്ദികളും പറയുന്നത് ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല, ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല, മറിച്ച് ജിന്നുകളോടാവട്ടെ മലക്കുകളോടാവട്ടെ സഹായം ചോദിക്കുന്നത് ശിർക്കല്ല, പക്ഷെ സഹായം ചോദിക്കുന്നത് ഹറാമാണ്. ജബ്ബാർ മൗലവി പറയുന്നത് ഒരാൾ മോഷ്ടിക്കുന്നത് ഹറാമാണ്, പക്ഷെ മോഷ്ടിക്കൽ ശിർക്കല്ല എന്ന് പറയും പോലെ ജിന്നുകളോട് മലക്കുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല, ഹറാമു മാത്രമാണ്. ഇങ്ങനെയാണ് സക്കരിയ സലാഹിയും ജബ്ബാർ മൗലവിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രൂപത്തിൽ മടവൂരികൾ എല്ലാ നിലക്കും ഇതിനെ നിഷേധിക്കുന്നു. അതേസമയത്ത് ഔദ്യോഗിക വിഭാഗം മുജാഹിദുകള് സക്കരിയ സലാഹിനെ പുറത്താക്കിയപ്പോൾ അവശേഷിക്കുന്ന മുജാഹിദുകൾ പറയുന്നത് ജിന്നുകൾക്കും മലക്കുകൾക്കൊക്കെ ചില ഇടപെടലുകൾ നടത്താൻ കഴിയും, പക്ഷെ അവരോട് ഏതർത്ഥത്തിലും സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നാണ്. സക്കരിയ സലാഹിയും ജബ്ബാർ മൗലവിയും പറയുന്നത് ജിന്നുകൾ ഇടപെടും, മലക്കുകൾ ഇടപെടും, അവർ ഒരുപാട് കാര്യങ്ങളിൽ സഹായിക്കും, പക്ഷെ അവരോട് അതിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുന്നത് ശിർക്കല്ല, എങ്കിലും ഹറാമാണ്. അപ്പൊ ചുരുക്കത്തിൽ ജിന്നുകളും മലക്കുകളും ഒരു നിലക്കും സഹായിക്കില്ല, സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പറയുന്ന മടവൂരികൾ. ജിന്നുകളും മലക്കുകളും പല കാര്യത്തിലും നമ്മൾക്ക് വേണ്ടി സഹായിക്കാനും മറ്റും ഇടപെടും, പക്ഷെ അവരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം. മൂന്നാമത്തെ വിഭാഗം ജിന്നുകളും മലക്കുകളും പല കാര്യത്തിലും നമ്മളോട് സഹായിക്കുവാൻ വേണ്ടി ഇടപെടും, പക്ഷെ അവരോട് സഹായം ചോദിക്കൽ ശിർക്കില്ല, അത് ഹറാമ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന വിഭാഗം. ഇങ്ങനെ 3 വിഭാഗമായിട്ട് ഏറ്റവും ചുരുങ്ങിയത് മുജാഹിദുകൾ ഇന്ന് കേരളത്തിൽ പൊട്ടിപ്പുലർന്നിരിക്കുകയാണ് എന്നാണ് ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമയം വളരെ വൈകി. ഇപ്പൊ ഇവിടെ 12:40 ഇപ്പൊ ഇവിടെ ടൈം. ഏതായാലും ഉസ്താദിനോട് ഞാൻ പറഞ്ഞു 1 മണി വരെ തുടരണം എന്നുള്ളതായിരുന്നു. ഉസ്താദ് സമ്മതിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു മണി വരെ നമ്മുടെ ഈ വിഷയം, ഈ ചോദ്യോത്തര സംശയ നിവാരണ ഈ ക്ലാസ് പിന്നെ ഉണ്ട്, അതിലാണ് കൊടുക്കുന്നത്. അപ്പോ ഇൻഷാ അല്ലാഹ് അപ്പോ 1 മണി വരെ ആണ് ഒമാൻ ടൈം. കാരണം ഉസ്താദിന് ഉറങ്ങേണ്ടതുണ്ട്. കാരണം ഉസ്താദ് നിങ്ങൾക്കറിയാലോ നാട്ടിൽ നിന്ന് വന്നതാണ്, നേരത്തെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മൈക്കില് പിന്നെ വിദഴി അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട മറ്റ് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ മൈക്ക് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് അവര് ചോദിക്കട്ടെ. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകർക്കും ഇൻഷാ അല്ലാഹ് ദാരിമി ഉസ്താദ് ഇനിയും നമുക്ക് ഒഴിഞ്ഞു കിട്ടുമോ എന്നെനിക്കറിയില്ല. കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് മൈക്കിൽ പരമാവധി കൊണ്ടുവരാനുള്ള ശ്രമം ഞാൻ നടത്തും ഇൻഷാ അല്ലാഹ്. ഏതായാലും അല്പസമയം കൂടി ഒരു 10-20 ഒരു അരമണിക്കൂർ കഷ്ടി കൂടി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടിട്ട് മറ്റുള്ളവരൊക്കെ മൈക്കിൽ വരട്ടെ. നേരത്തെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ആള് പിന്നെ കസ്റ്റോഡിയൻ എന്നുള്ള ഐഡിയുള്ള ആളായിരുന്നു. ഇതേ മൈക്കിൽ വരട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ കേൾക്കുന്നുണ്ടോ? വ്യക്തമായി എന്റെ മൈക്കിനൊരു ചെറിയ പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലായി. വ്യക്തമായി കേൾക്കുന്നുണ്ടോ? പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നേരത്തെ ഉസ്താദ് പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ യാ മുഹമ്മദ് എന്നെ പിന്നെ വിളിച്ചു തേടി എന്ന് ക്ലിയർ, അത് പിന്നെ എന്റെ മൈക്കിൽ ചെറിയ കുഴപ്പമുണ്ട്, ഞാൻ ക്ലിയർ ചെയ്യുമെന്ന് പറയുന്നത്. കാരണം പ്ലീസ് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാം. പിന്നെ യാ മുഹമ്മദ് എന്ന് പിന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒരു വിളി മുഅ്മിനീങ്ങളുടെ വാക്കാണെങ്കിൽ യാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തതായിട്ട് ഉണ്ടോ? കാരണം ഞാൻ ചോദിക്കാനുള്ള കാരണം, ഞാൻ പിന്നെ
മുജാഹിദുകളും മറ്റുള്ളവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരും അഭിസംബോധന ചെയ്തിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല വിളിക്കുന്നത് എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനെപ്പറ്റി ഒന്ന് പറയാം. അത് എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യമാണ്. ഞാൻ അതിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു മാത്രം. പിന്നെ ഇപ്പൊ നമ്മള് ഇപ്പൊ മരിച്ചുപോയ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഞാൻ ഉദുക്കൽ സ്വദേശാണ് ഈ OK മുസ്ലിയാര്, അതുപോലെ തന്നെ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാര്, ഇവരെയൊക്കെ ആളുകളൊക്കെ ഓരോ വർഷവും ഈ ആണ്ടുകാഴ്ചകൾ നടത്താറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് 1,00,000 ചില്ലാൻ സഹാബികൾ ഉള്ള ആ സഹാബികൾ ആരുടെയും ഒരു അനുസ്മരണം നടത്താതെ എന്തുകൊണ്ട്? അതിനിപ്പോ നിങ്ങൾ ചോദിക്കേണ്ട ആൾ മരിച്ചുപോയ ഇവർ മോശക്കാരുടെ അഭിപ്രായത്തിലല്ല ചോദിക്കുന്നത്. ആദ്യം കഴിഞ്ഞുപോയ ഇവരെ ആരെയും ഒരു അനുസ്മരണം നടത്താതെ, അതായത് അവർക്കൊന്നും പ്രത്യേകത കൊടുക്കാതെ ഇപ്പോഴുള്ള ഈ ആളുകൾക്ക് പ്രത്യേകത കൊടുക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഡിബേറ്റിന് വേണ്ടി ചോദിക്കുന്നതല്ല, എന്നോട് ഞാൻ അറിവുള്ള വ്യക്തിയെ പണ്ഡിതനോ ആണെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ ഇമാം ബുഖാരി തങ്ങൾ തന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന വിസ്തൃതമായ ഹദീസു ഗ്രന്ഥത്തിൽ നൽകിയ ഒരു അധ്യായവും ആ അധ്യായത്തിന്റെ ചുവട്ടിൽ നൽകിയ ഹദീസും അതാണ് നമ്മൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് അതിന് എന്തോ ഒരു വേദന അനുഭവപ്പെട്ടപ്പോൾ തൊട്ടടുത്ത് നിന്നിരുന്ന മറ്റൊരു സ്വഹാബി ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക, ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക, അങ്ങയിലേക്ക് താങ്കളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ പേര് പറയുക. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആളെ പേര് പറയുക എന്നല്ല പറയുന്നത്, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ പേര് പറയുക എന്നാണ്. 964 ഹദീസാണ്. حدثنا أبو نعيم قال حدثنا سفيان عن أبي إسحاق عن عبد الرحمن بن سعيد قال خضرت رجل بن عمر فقال له رجل اذكر أحب الناس إليك فقال يا محمد باب ما يقول الرجل إذا خضرت رجله എന്ന അധ്യായത്തിലാണ് ഇമാം ബുഖാരി തങ്ങൾ ഇത് പറയുന്നത്. അപ്പോൾ മനുഷ്യന്മാരിൽ വെച്ച് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ പേര് പറയുക എന്ന് പറയുമ്പോ ഇബ്നു ഉമർ തങ്ങൾ യാ മുഹമ്മദ് എന്ന് പറയുമ്പോ മുഹമ്മദ് ആരായിരിക്കും? അതാരായിരിക്കും? മുഹമ്മദ് നബി അല്ലാത്ത വേറൊരു മുഹമ്മദ് ആയിരിക്കുന്നോ? ഉദ്കുർ അഹബ്ബന്നാസിലേക്ക് താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെ പേര് പറയുക എന്ന് പറഞ്ഞിട്ട് യാ മുഹമ്മദ് എന്ന് പറയുമ്പോ അത് ആരായിരിക്കും? മനുഷ്യരിൽ ഏറ്റവും പ്രിയപ്പെട്ട ആള് മുഹമ്മദ് നബി അല്ലാതെ വേറെ മുഹമ്മദ് ഉണ്ടാവോ? അപ്പൊ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ് പറയുന്നത് എന്നുള്ള കാര്യം തീർച്ചയാണ്. അല്ലാതെ അത് വേറെ ആരെങ്കിലും പറ്റിയാണെന്ന് മുജാഹിദീങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഹദീസിന് ഒളിച്ചോടുവാനും ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യുവാനും ഹദീസിൽ നിന്ന് രക്ഷപ്പെടുവാനുമുള്ള അവരുടെ ഒരു തന്ത്രം മാത്രമായിട്ടാണ് ബഹുമാനപ്പെട്ട ചോദ്യകർത്താവ് അടക്കമുള്ള സത്യവിശ്വാസികളായ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടത്. പിന്നെ രണ്ടാമതായിട്ട് ചോദിച്ച ചോദ്യത്തിന്റെ ആകത്തുക, സമീപകാലത്ത് മരിച്ചുപോയ വലിയ വലിയ ഉസ്താദുമാര് ആ ഉസ്താദുമാരുടെ ആണ്ട് നേർച്ച കഴിക്കുന്നു, അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ പോലത്തെ ആൾക്കാരെ അവഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ചോദ്യം. അതൊരിക്കലും തന്നെ ശരിയല്ല. ഒരാളുടെ ആണ്ട് നേർച്ച കഴിച്ചത് കൊണ്ട് മറ്റൊരാൾ അവഗണിക്കൽ വരുന്നില്ല. ഈ ആണ്ട് നേർച്ച കഴിക്കുമ്പോ തന്നെ ഇപ്പൊ നമ്മൾ സമീപകാലത്ത് മരിച്ചുപോയ ഷെയ്ഖുന ശംസുലുലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് അവറുകളുടെ ആണ്ട് നേർച്ചയാണ് ഇപ്പൊ റബീഉൽ ആഖിർ 4 നമ്മൾ നടത്തുന്നത് എന്ന് വെച്ചാൽ തന്നെ ആ ആണ്ട് നേർച്ചയിൽ നമ്മൾ ദുആർക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിലേക്ക് നമ്മൾ ഹദിയ ചെയ്യുന്നുണ്ട്, മറ്റു അമ്പിയാക്കളിലേക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. അവിടെ നടക്കുന്ന എല്ലാ പുണ്യകർമ്മങ്ങളുടെയും സവാബിനെ എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ ഇവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് നമ്മൾ ഹദിയ ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നുണ്ട്, ആ അമ്പിയാക്കളുടെ മേലിൽ സലാം പറയുന്നുണ്ട്, മറ്റു മശായിഖന്മാരുടെ പേരിൽ, സഹാബിമാരുടെ പേരിൽ അവരുടെ മേലിൽ തർദിയത്ത് ചൊല്ലുന്നുണ്ട്. ഇവരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും
പുണ്യകർമ്മങ്ങള്, ആ പുണ്യകർമ്മങ്ങളുടെ സവാബിനെ ഈ മുൻകഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരുടെയും ഹദ്റത്തിലേക്ക് നാം നിയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും തന്നെ ഒരു മഹാന്റെ ആണ്ട് നേർച്ച ആ മഹാൻ മരിക്കുന്നതിനോടനുബന്ധിച്ചാണ് ആ മഹാന്റെ ആണ്ട് നേർച്ച നടക്കുക. ബദരീങ്ങളുടെ ആണ്ട് നേർച്ച നമ്മൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റേത് റബീഉൽ അവ്വൽ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മഹാൻ മരിച്ചപ്പോ ആ മഹാന്റെ ആണ്ട് നേർച്ച അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ വാർഷികത്തിൽ നടത്തുന്നു എന്ന് മാത്രം. അപ്പോ ഒരു മഹാന്റെ വഫാത്തിന്റെ വാർഷികത്തിൽ ആ മഹാന്റെ ആണ്ട് നേർച്ച നടത്തുന്നുണ്ട് എന്നതുകൊണ്ട് അത് മറ്റു അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ അവഗണിക്കുകയാണ് എന്ന് ഇത് ചെയ്യുന്ന ഒരാളുടെയും മനസ്സിൽ ഒരിക്കലും തോന്നുകയോ അനുഭവപ്പെടാത്തതോ ആയ കേവലം ഒരു സന്ദേഹം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാണ് ആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഉപയോഗം കൂടി ചോദിക്കുന്നുണ്ട്, അത് പിന്നെ മറ്റുള്ള ചോദിക്കുന്നത് പ്ലീസ് ക്ഷമിക്കുക. അപ്പൊ പിന്നെ ഉസ്താദെ, പിന്നെ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ ഇപ്പൊ മറ്റുള്ളവരെ അവഗണിക്കുന്നു ഞാൻ പറഞ്ഞില്ല, റസൂലുള്ളാഹിനെ അവഗണിക്കാത്ത നിങ്ങളെ ഭാഷയാണ്, അത് ഞാൻ പറഞ്ഞിട്ടില്ല, പറയാത്ത കാരണം. പോയാലും പിന്നെ ഇപ്പൊ പിന്നെ ക്ഷമിക്കട്ടെ ഒരു മിനിറ്റ്, കാരണം പിന്നെ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്തിൽ ഞാൻ പറഞ്ഞ രാജ്യത്തിൽ സമയത്ത് 1,00,000 പരം സഹാബാക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പിന്നെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ പിന്നെ നമ്മള് 1000 പ്രാവശ്യം വിളിക്കുന്നു. ഇവരൊക്കെ പിന്നെ വിളിച്ചിട്ട് നിങ്ങൾ തേടുന്നതിന് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ച് ക്ഷമിക്കുക, കാരണം എനിക്ക് അങ്ങനെ വിശ്വാസമില്ലാന്ന് വെച്ചു. കാരണം പിന്നെ എനിക്കത് തേടിയാല് പിന്നെ ശരിയാവുമെന്ന് തോന്നാത്ത രീതിയിലാണ് എന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ ഈ പിന്നെ 1000 പ്രാവശ്യം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ചിട്ട് പിന്നെ വസീല തേടുന്നു, അല്ലെങ്കിൽ പിന്നെ സഹായം അഭ്യർത്ഥിക്കുന്നു. ഈ അഭ്യർത്ഥനയിൽ അപ്പൊ അതിനേക്കാളും മുൻകഴിഞ്ഞപ്പെട്ട അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആ ആളുകളെ ഇന്നല്ലദീന യഖൂലൂന സ്വലാത്തുഹും ഇൻദ റസൂലില്ലാഹി ഉലൈക തഖവാ ഖുലൂബുഹും ലിത്തഖ്വാ പറഞ്ഞ, അല്ലെങ്കിൽ പിന്നെ സാബിഖുൽ അവ്വലീന മിനൽ മുഹാജിരീന അൻസാർ ഈ ആയത്തുകളിലൊക്കെ പറഞ്ഞ് ഈ സഹാബാക്കളെ നമ്മൾ കൂടുതൽ തേടേണ്ടത്. അപ്പൊ അവരൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് മുഹീദ്ദീൻ ശൈഖ് മോശക്കാരനെന്ന് ഞാൻ അഭിപ്രായം പറയുന്നില്ല, പക്ഷെ എനിക്ക് അങ്ങനത്തെ അഭിപ്രായമില്ല. പക്ഷെ അവരെക്കാൾ മുൻപ് നിങ്ങൾ പഠിച്ചു തേണ്ട റസൂലുള്ളാഹിന്റെ സഹാബാക്കളെയും അതിന്റെ റസൂലുള്ളാഹിന് മുമ്പ് കഴിഞ്ഞു പോയ പിന്നെ അഭ്യാമുസ്ലികളല്ലേ, അവർക്കാളും ഒരു മഹത്വം എന്തുകൊണ്ട് നിങ്ങൾ ഇവർക്ക് കൽപ്പിക്കുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും. ഇവിടെയും ചോദ്യകർത്താവിന് ചെറിയൊരു ഒരു ധാരണാപിശക് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം വരുന്നത്. നബിമാർ സഹാബിമാർ പോലെയുള്ള ഏറ്റവും അഫ്ളലായ ഉത്കൃഷ്ടരായ ആളുകൾ ഉണ്ടായിരിക്കെ അവരെ അപേക്ഷിച്ച് ശ്രേഷ്ഠതയിലും മറ്റും താഴെ സ്ഥിതി ചെയ്യുന്ന മറ്റു ഏതെങ്കിലും ഒരു വലിയനെ അയാളോട് ഇസ്തിഗാസ ചെയ്യുന്നു, അല്ലെങ്കിൽ അയാളോട് കാര്യങ്ങൾ സഹായം ചോദിക്കുന്നു. അപ്പോ ഇത് അയാൾക്ക് കൂടുതൽ മഹത്വം നൽകലല്ലേ എന്നാണ് താങ്കൾ ചോദ്യത്തിൽ ഉപയോഗിച്ച വാക്ക്. അല്ല, ഒരിക്കലുമല്ല. ഇവിടെ ഒരാൾ മുഹ്യിദ്ദീൻ ശൈഖിനോട് യാ മുഹ്യിദ്ദീൻ ശൈഖേ അങ്ങ് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുഹ്യിദ്ദീൻ ശൈഖിന് മഹത്വം നൽകല? അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ മഹത്വം മുഹ്യിദ്ദീൻ ശൈഖിന് ഉണ്ടെന്നോ? അങ്ങനെ ഒരു ധാരണ, അങ്ങനത്തെ ഒരു എങ്ങനെയാണത് മനസ്സിലാവുക? അങ്ങനെ മുഹ്യിദ്ദീൻ ശൈഖിന് മഹത്വം നൽകിയെന്നോ? അവിടെ ഇപ്പൊ എത്ര സംഭവിക്കുന്നുള്ളൂ. നമ്മൾക്ക് ഒരു സാധാരണ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു അസുഖം വന്നു, ഒരു ചെറിയ തലവേദന വന്നു. നമുക്ക് നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലോ നമുക്ക് ഒരു ചെറിയൊരു ഡോക്ടറുണ്ട്. എന്നാൽ ആ ഡോക്ടറേക്കാൾ എത്രയോ ഉയർന്ന വിദ്യാഭ്യാസമുള്ള, എത്രയോ കുറെ കാലം പ്രാക്ടീസ് ചെയ്ത വിദഗ്ധനായ മറ്റൊരു ഡോക്ടർ ഇപ്പുറത്തുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ ചെറിയ ഡോക്ടറെ സമീപിച്ചിട്ട് ഗുളികക്ക് എഴുതി വാങ്ങി കഴിച്ചു, രോഗം മാറി. ഈ ഒരു പ്രവൃത്തി കൊണ്ട് മെഡിസിൻ രംഗത്ത് താൻ സമീപിച്ച ഈ ചെറിയ ഡോക്ടർ മറ്റേ ഡോക്ടറിനേക്കാൾ മഹാനാണ്, മറ്റേ ഡോക്ടറേക്കാൾ ഈ ഡോക്ടറിന് മഹത്വമുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചുനോ എന്ന് മനസ്സിലാക്കാൻ അങ്ങനെയൊന്നുമില്ലല്ലോ. ചെറിയ ഡോക്ടറെ സമീപിച്ചതുകൊണ്ട് മറ്റേ ഡോക്ടറേക്കാൾ ചെറിയ ഡോക്ടറിന് മഹത്വമുണ്ട് എന്ന് ഈ സമീപിച്ച രോഗി വിശ്വസിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഒരിക്കലുമില്ലല്ലോ. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു സഹാബിമാർ അവരെ അപേക്ഷിച്ച് താഴേക്കടയിലുള്ള മുഹ്യിദ്ദീൻ ശൈഖിനെ പോലെയുള്ള ഒരു വലിയനോട് 1000 വട്ടോ അല്ലെങ്കിൽ 500 വട്ടോ എത്രയെങ്കിലും തവണ
സഹായം ചോദിച്ചതുകൊണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിന് മറ്റുള്ളവരെക്കാൾ മഹത്വം കൊടുത്തു. താങ്കളുടെ ചോദ്യത്തിൽ ഉപയോഗിച്ച വാക്കതാണ്. ഞാൻ അതിനെ കൂടുതൽ പ്രസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു വാക്കിൽ അടങ്ങിയ ധാരാളം തെറ്റിദ്ധാരണകളെ തിരുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ അവിടെ തന്നെ ആ പോയിന്റിൽ തന്നെ പിടിക്കുന്നത്. മഹത്വം കൊടുത്തു എന്നുള്ളൊരു പ്രശ്നമേ അവിടെ വരുന്നില്ല. അപ്പൊ സഹാബത്തിനേക്കാൾ, അമ്പിയാക്കളെക്കാൾ, അഷ്റഫുൽ ഖൽക്കിനേക്കാൾ താൻ സമീപിച്ച മുഹിയുദ്ദീൻ ഷെയ്ഖിന് മഹത്വം ഒരിക്കലും ഈ വിളിച്ച ആള് നൽകിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല ഒരു കറാമത്ത് കൊടുത്തിട്ടുണ്ട്. എന്നെ ആരെങ്കിലും വിളിച്ചാല് ഞാൻ അവനക്ക് ഉത്തരം ചെയ്യും, അല്ലെങ്കിൽ അവന്റെ കാര്യം ഞാൻ സാധിപ്പിച്ചു കൊടുക്കും എന്ന ഒരു കറാമത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് അള്ളാഹു കൊടുക്കുകയും ആ കറാമത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ തന്റെ മുരീദുമാർക്കിടയിൽ വിളംബരം ചെയ്യുകയും അങ്ങനെ തന്റെ മുരീദുമാർക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖിനോടുള്ള ആ ആത്മീയമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മുഹിയുദ്ദീൻ ഷെയ്ഖ് കരസ്ഥമാക്കി തരുമല്ലോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുകയും ചെയ്യുന്നു. എന്നതിൽ കവിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനെ അവഗണിക്കുകയോ അള്ളാഹുവിന്റെ റസൂലിനോട് ഒരിക്കലും തന്നെ കാര്യങ്ങൾ ചോദിക്കുകയില്ല എന്ന് വാശി പിടിക്കുകയോ ഒരിക്കലും ഇയാൾ ചെയ്യുന്നില്ല. കാരണം 1000 വട്ടം യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിക്കുന്ന ഒരു സുന്നി 10,000 വട്ടം മങ്കൂസ് മൗലൂദിലും ഷറഫുൽ അനാമിലും മറ്റു മൗലൂദുകളിലും റസൂലുള്ളാഹിനെ വിളിക്കുന്നുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഏതെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കൽ 1000 വട്ടം ഒരു കുത്തുബിയത്തിന് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച ഒരു സുന്നി അതിലേറെ എത്രയോ തവണ അള്ളാഹുവിന്റെ റസൂലിനെ മങ്കൂസ് മൗലൂദിലും മറ്റും വിളിക്കുന്നുണ്ട്. അപ്പോ ഒരിക്കലും ഇവിടെ പ്രവാചകനേക്കാൾ ഈ താഴേക്കടിയുള്ള വലിയ പ്രാമുഖ്യം കൊടുത്തു എന്ന ഒരു സംശയമേ ഒരാളുടെയും മനസ്സിലുദിക്കാത്തതാണ്. അങ്ങനെ ഒരു സംഭവമേ യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് എന്നാണ് മറുപടി പറയാനുള്ളത്. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന്റെ ബാക്കി കൂടി ചോദിക്കാനാണ് ഉസ്താദ്. നേരത്തെ ഉസ്താദ് പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ചെയ്ത് തവസ്സുലാക്കി എന്ന് പറഞ്ഞാൽ അത് റസൂലിനെ കൊണ്ട് ചെയ്ത പോലെയാണെന്ന്. എന്നാൽ വേറൊരു സംഭവമുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള വേറൊരു സംഭവമുണ്ട് ഉസ്താദ്. അന്നസമാ കഹത്തത്ത് ഫഖറജ മുആവിയ റളിയല്ലാഹു അൻഹു വഅഹ്ല ദിമശ്ക് യസ്തസ്കൂന ഫലമ്മാ ഖഅദ മുആവിയ റളിയല്ലാഹു അൻഹു അലൽ മിംബരി ഖാല അയ്ന യസീദ്. ഈ ഹദീസ് മൊത്തം ഞാൻ വായിക്കില്ല. അങ്ങനെ യസീദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ദുആ അർപ്പിച്ച മറ്റൊരു സംഭവമുണ്ട്. ഇവിടെ നിന്ന് റസൂലിനെ കൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ മറ്റു സഹാബികളെ കൊണ്ടോ തവസ്സുലാക്കാതെ ജീവിച്ചിരിക്കുന്ന ഇത്തരം ആളുകളെ കൊണ്ട് ദുആ അർക്കാൻ ആവശ്യപ്പെട്ടു. ഇതിനെ കുറിച്ച് എന്താണ് ഉസ്താദ് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ നേരത്തെ പറയുന്ന ഈ തവസ്സുലിന് വിവിധ രൂപങ്ങളുണ്ട്. പ്രവാചകനെ കൊണ്ടുള്ള തവസ്സുലുണ്ട്, ജീവിച്ചിരിപ്പുള്ള ഏതെങ്കിലും ഒരു മഹാനെ കൊണ്ടുള്ള തവസ്സുലുണ്ട്, അല്ലെങ്കിൽ മറ്റു പല അർത്ഥത്തിലുമുള്ള തവസ്സുലുണ്ട്, പല രൂപത്തിലുള്ള തവസ്സുലുമുണ്ട്. ഈ തവസ്സുലുകളൊക്കെ ആകെ ഒരുമിച്ച് കൂട്ടുന്ന അതിലടങ്ങിയ പൊതു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ഒരു കാര്യം സാധിപ്പിച്ച് കിട്ടുവാൻ വേണ്ടി അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അള്ളാഹിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്, വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് പല രൂപത്തിലാവാം. മരിച്ചുപോയ റസൂലിനെ കൊണ്ടാവാം, ജീവിച്ചിരിപ്പുള്ള ആളുകളെ കൊണ്ടാവാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ മുആവിയ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ യസീദ് എന്ന് പറഞ്ഞ ആളെ കൊണ്ടാവാം. ഇങ്ങനെ പല രൂപത്തിലാവാം. ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് മറ്റേത് തെറ്റാണെന്ന് വരൂല. ഇവിടെ നേരത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ ഞാൻ പറഞ്ഞു, അവിടെ മരിച്ചുപോയ റസൂൽ വഫാത്തായതിനു ശേഷം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊണ്ട് തവസ്സുലാക്കുമ്പോൾ ആ തവസ്സുലിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞത് അബ്ബാസ് എന്ന വ്യക്തിത്വത്തെയല്ല, മറിച്ച് ആ അബ്ബാസ് എന്നവർ റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ് എന്നുള്ള ഒരു പ്രത്യേകമായ ഗുണത്തെയാണ് അവിടെ എടുത്തു പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട റസൂലിന്റെ പിതൃവനാണല്ലോ എന്ന പ്രത്യേകതയുള്ള അബ്ബാസ് എന്നാണ്. അപ്പൊ അള്ളാഹുവിന് മുമ്പിൽ മഴ കിട്ടുവാൻ വേണ്ടി റസൂലിന്റെ ഒരു
സാമീപ്യത്തെ, അല്ലെങ്കിൽ റസൂലിന്റെ കുടുംബക്കാരനാവുക എന്ന പ്രത്യേകതയെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വെച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ചെയ്ത ആ തവസ്സുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുള്ള തവസ്സുലായതുപോലെ തന്നെ അതിലുപരിയായി അത് റസൂലിനെ കൊണ്ടുള്ള തവസ്സുൽ കൂടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് യസീദിനെ കൊണ്ട് തവസ്സുലാക്കി എന്ന് പറഞ്ഞാൽ, മുആവിയ റളിയല്ലാഹു അൻഹു അവിടെ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു തവസ്സുൽ അനുവർത്തിച്ചു, പ്രവർത്തിച്ചു, പ്രാവർത്തികമാക്കി. ഒരു തവസ്സുൽ പ്രവർത്തിക്കുന്നത് മറ്റൊരു തവസ്സുലിന് എതിരല്ല, അല്ലെങ്കിൽ ഒരു തവസ്സുലിന്റെ രീതി സ്വീകരിച്ചത് മറ്റെല്ലാ തവസ്സുലിന്റെ രീതികളെയും നിരാകരിക്കലല്ല. കാരണം ഇതേ മുആവിയ റളിയല്ലാഹു തആല അൻഹു തന്നെ മരിക്കുമ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന റസൂലുള്ളാഹിന്റെ നഖങ്ങൾ വെട്ടിയ കഷ്ണങ്ങൾ തന്റെ കൈവശമുണ്ടായിരുന്നു. ആ കഷ്ണങ്ങൾ തന്റെ മയ്യത്തിന്റെ ശരീര ഭാഗങ്ങളിൽ തന്റെ കഫംപുറക്ക് ഉള്ളിലായിട്ട് എന്നെ മറമാടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വെക്കണം എന്ന് ഒപ്പമുള്ള ആളുകളോട് വസിയത്ത് ചെയ്തുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായത്. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരഭാഗങ്ങളെ കൊണ്ടാണ് തവസ്സുലാക്കിയത്. തന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടി ഒരു എളുപ്പമാർഗം സ്വീകരിച്ചത് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടാണ്, റസൂലിന്റെ ശരീരം കൊണ്ടാണ്. അത് തവസ്സുലിന്റെ മറ്റൊരു രീതിയാണ്. അപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു വേളയിൽ തവസ്സുലിന്റെ ഒരു രീതി സ്വീകരിച്ചു, മറ്റൊരു വേളയിൽ മറ്റൊരു രീതി സ്വീകരിച്ചു. ഒരു രീതി സ്വീകരിക്കുന്നത് മറ്റു രീതികളെ നിരാകരിക്കലല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. നമ്മുടെ സമയം ഏകദേശം അവസാനത്തോടടുക്കുന്നു. 12:59 ഇൻഷാ അല്ലാഹ്. എത്രയും പെട്ടെന്ന് മൈക്കിൽ വരിക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഞാൻ ദുബായിൽ നിന്ന് അവസാനം കണ്ട ആളാണ്. സംശയങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്, മുജാഹിദായിട്ട് ചോദിച്ചതല്ല. ഉസ്താദിന് ഒരുപാട് 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 നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്രയും വലിയ പണ്ഡിതന്മാരൊക്കെ ഈ മൈക്കിൽ വരികയും ഈ സമയമൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് പറഞ്ഞത് ഇപ്പൊ എന്താണെന്ന് ഉസ്താദ് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാൾ മഹത്വവൽക്കരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഇല്ലാത്തൊരു കഴിവ് കൊണ്ടാണ് ഈ കഴിവ് ഇങ്ങനെ ആക്കിയതെന്ന് ഉസ്താദ് വ്യക്തമാക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എന്റെ വായിൽ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഞാൻ ആദ്യം ഫസ്റ്റിൽ പറഞ്ഞതന്നെ എങ്ങനെയാണ്, കാരണം ആദ്യം ഈ അവസാനം കാലത്ത് മരിച്ചുപോയവരെ ആണ്ടുകാർച്ചകൾ നടത്തുന്നത് അതേപോലെ തന്നെയല്ലേ ഇത്. അത് ഉദ്ദേശിച്ച ഫസ്റ്റിൽ ചോദിച്ചത്, ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അപ്പൊ നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞു, ആദ്യം പറഞ്ഞു, അവസാനം എല്ലാം ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയാണ്. കാരണം ഒരു അടുത്തൊരു ഡോക്ടർ, ദൂരത്തുള്ള ഡോക്ടർ എന്നും ആയിട്ടില്ല നമുക്ക് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്ന അർത്ഥത്തിന്റെ അത്രയും അതിനേക്കാൾ കൂടുതൽ സമയം വേണ്ടേ യാ ശേഷം ഞാൻ മുഹിദ്ദീൻ എന്ന് വിളിക്കാനേ. അപ്പൊ നിങ്ങളെ അത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി വായിച്ചാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് ഹ്രസ്വമായ മറുപടി പറയുകയാണ്. യാ ഉസിയ മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ചോദിക്കുന്നതിലേറെ എത്രയോ എളുപ്പമല്ലേ യാ റസൂലുള്ളാഹ്. അതിനാണ് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞത്. യാ ഉസിയ മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ചോദിക്കുന്ന ഇതേ ആളുകൾ തന്നെ യാ റസൂലുള്ളാഹ് അനേകായിരം തവണ പറയുന്നുണ്ട്. അത്തഹിയ്യാത്തിൽ പോലും ദിവസം 5 തവണ അല്ലെങ്കിൽ ദിവസം 10 തവണയെങ്കിലും നമ്മൾ പറയുന്നില്ലേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഇത് ശരിക്കും അർത്ഥം ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു സുന്നി ഏതതിലാ പറയുന്നത്? ഇമാം ഗസാലി തങ്ങൾ തന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ വഅഹ്ദിർ ഖൽബക ഫീ ശഖ്സിഹിൽ കരീം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ആദരവാർന്ന ആ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ആ വ്യതിരിക്തമായ ആ റസൂലിനെ നിന്റെ മനസ്സിൽ നീ ശരിക്ക് ഹാജരാക്കിക്കോ. എന്നിട്ട് വസ്ദിഖ് അമലക, നിന്റെ ആഗ്രഹത്തെ നീ വാസ്തവപ്പെടുത്തിക്കോ. അന്നഹു യബ്ലൂഹു ആ സലാം റസൂലിക്കെത്തും. റസൂലിൽ നിന്ന് നീ ചൊല്ലിയ സലാമിനേക്കാൾ മികച്ച സലാം നിനക്ക് തിരിച്ചു ലഭിക്കും എന്ന് മനസ്സിൽ ശരിക്ക് ചിന്ത കൊടുത്തുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നീ പറഞ്ഞോ. അപ്പൊ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിക്ക് അങ്ങോട്ടൊരു സലാം കൊടുത്തേക്കുമ്പോ റസൂലിൽ നിന്ന് ഇങ്ങോട്ടൊരു സലാം കിട്ടാൻ വേണ്ടിയാണ്
നബിയെ എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് സലാം പറയുന്നത്. അപ്പൊ യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന ഒരു സുന്നി ആ വാചകത്തിന് നൽകുന്നതിനേക്കാൾ വിപുലമായ അർത്ഥമാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന വാചകത്തിലൂടെ റസൂലിനെ വിളിക്കുന്നത്. മാത്രമല്ല അതേ സുന്നി തന്നെ മങ്കൂസ് മൗലിദ് പോലെയുള്ള ഒരുപാട് മൗലിദുകളിൽ ഒരുപാട് തവണ യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി അല്ലെങ്കിൽ യാ സയ്യിദി ഖൈറൻ നബി തുടങ്ങിയ യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദ എന്നിങ്ങനെ ജീവിതത്തിലുടനീളം റസൂലിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബദരീങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ പറഞ്ഞത്, താങ്കൾ ചോദ്യത്തിൽ നേരത്തെ മഹത്വപ്പെടുത്തുക എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ ഒരു മഹത്വപ്പെടുത്തുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ ശേഷക്കാരനായ മുഹ്യിദ്ദീൻ ശൈഖിനേക്കാൾ ഉത്കൃഷ്ടരായ സഹാബിമാരെ അല്ലെങ്കിൽ റസൂലിനെ ഇകഴ്ത്തുക അല്ലെങ്കിൽ തരം താഴ്ത്തുക, മഹത്വം കുറച്ചു കാണിക്കുക എന്ന് ഒരു ചെറിയ കുട്ടിയുടെ ഹൃദയത്തിൽ പോലും ഉദിക്കാത്ത ഒരു ആശയത്തെ വെറുതെ സ്വപ്നം കണ്ടുകാണ്ട് ആ സ്വപ്നത്തിൽ വന്ന ആശയം ഒരു ചോദ്യമാക്കി അവതരിപ്പിക്കുക എന്നത് ഒരു മുജാഹിദ് തന്ത്രമാണ്. ആ മുജാഹിദ് തന്ത്രത്തിന്റെ ഒരു ചോദ്യത്തിന്റെ രീതിയാണ് നമ്മളിപ്പോ ഈ ചോദ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അടുത്ത് മരിച്ചവർക്ക് വേണ്ടി ആണ്ട് നേർച്ച നടത്തുന്നത് എന്ന് പറയുന്നത് നമ്മൾ അകലെ മരിച്ച ആളുകളോട് അവരെ അവഗണിക്കുക എന്ന അർത്ഥത്തിലല്ല. ഞാൻ നേരത്തെ പറഞ്ഞു സുന്നികൾ ചെയ്യുന്ന ഈ ആണ്ട് നേർച്ചയുടെ ആചാരത്തില് അടുത്ത് മരിച്ചവര് അവരുടെ മരണത്തിന്റെ വാർഷിക ദിനത്തിൽ അവരുടെ ആണ്ട് നേർച്ച കഴിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ അവിടെ നടന്ന എല്ലാ പുണ്യകർമ്മങ്ങളും അമ്പിയാക്കളുടെയും മറ്റു സഹാബിമാരുടെയും ഔലിയാക്കളുടെയും ഹദ്റത്തുകളിലേക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. അപ്പോ അതിന്റെ അർത്ഥം ഞങ്ങൾ ഈ അടുത്ത് മരിച്ച ഇയാളെ മാത്രമല്ല ഞങ്ങൾ കാണുന്നത്, ഇയാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കാരണക്കാരായ മറ്റു അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മറ്റുള്ളവരുണ്ട് സഹാബിമാര്. അവരെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ ഈ അടുത്ത് മരിച്ച മഹാന്റെ പ്രത്യേകത പോലും അവരിലൂടെ ലഭ്യമായതാണ്, അതുകൊണ്ട് അവർക്ക് കൂടി ഞങ്ങളിത് സമർപ്പിക്കുന്നു എന്ന രൂപത്തിലല്ലാതെ ഇവിടെ ഒരു ആണ്ട് നേർച്ചയും നടക്കുന്നില്ല. അപ്പൊ ഇപ്പോൾ മരിച്ച ആളുടെ ആണ്ട് നേർച്ച മുൻകാലത്ത് മരിച്ചവരോടുള്ള അവഗണനയാണ് എന്ന് മനസ്സിലാക്കി പോകുന്നത് തികച്ചും തെറ്റാണ്, തെറ്റിദ്ധാരണയാണ്, വസ്തുതകൾക്ക് ഒരിക്കലും യോജിക്കാത്തതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമയം കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സമദ് ഫൈസി ഉസ്താദ് ഇവിടെ പറഞ്ഞ് സമയം കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ കുറച്ച് സമയം അവിടെ റൈസാൻഡ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു. ഏതായാലും ആദ്യമായി ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദിന് KICR-ല് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചു തന്നതിൽ വളരെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പിന്നെ കസ്റ്റോഡിയൻ പോലത്തെ ആൾക്കാർ മനസ്സിലാക്കേണ്ട, നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ടും മറുപടി പറയണ സമയത്ത് അവരുടെ ടെക്സ്റ്റ് അടിക്കാൻ നിൽക്കുക, നിങ്ങൾ ചോദിച്ചോട് തന്നെ നിങ്ങൾ പിന്നെ നിൽക്കുക, അങ്ങനത്തെ ആൾക്കാർക്ക് എവിടെ പോയി ചോദിച്ചിട്ടൊരു കാര്യമല്ല. വിഷയം മനസ്സിലാക്കണം എന്നുള്ളവർക്ക് ചോദിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാകുന്ന കോലത്തിൽ ഇതിനേക്കാളൊരു നല്ല മറുപടി നിങ്ങൾക്ക് ബൈലക്സ് മെസ്സഞ്ചറിൽ ഒരു ക്ലാസ് ഒന്നും കിട്ടൂല, നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ട. എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് കാണാൻ റസൂൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഖാല അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ ഉമ്മിഹി ഫബക്ക വഅബ്ക മൻ ഹൗലഹു فقال رسول الله صلى الله عليه وسلم استأذنت ربي تعالى على أن أستغفر لها فلم يؤذن لي فاستأذنت أن أزور قبرها فأذن لي. ഈ ഹദീസിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോ ഇസ്തിഗ്ഫാറിനെ തേടാൻ വേണ്ടി അല്ലാഹു തആല അനുമതി കൊടുത്തില്ല എന്നും പിന്നെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അതിന് അനുമതി കൊടുത്തു എന്നും ഹദീസിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, ഇന്നഹ തുവക്കിറുൽ മൗത്ത് എന്ന് പറയുന്നുണ്ട്. എന്നാലും നബി സല്ലല്ലാഹു ഇവിടെ എന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവിന് ദുആ ചെയ്യാൻ അള്ളാഹു അനുമതി കൊടുത്തില്ല എന്നതിന്റെ നമ്മൾ ഈ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കണം? ഒന്ന്,
രണ്ടാമത് ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കിടക്കുന്നത്, രണ്ടാമത് ചോദ്യമല്ല ഈ വേട്ട തന്നെയാണ്, ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാർ, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ടുള്ള നബി തങ്ങളുടെ പിതാമഹന്മാർ മുഴുവനും പരിശുദ്ധരാണ് എന്നതാണല്ലോ സുന്നത്യമായത്തിന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഖുർആനിന്റെ ഭാഷയിൽ അബ്, ആ അബ് ബിംബക്കച്ചവടക്കാരനായിരുന്നു എന്നത് പ്രസിദ്ധമാണ്. ആസർ ഇബ്രാഹിം നബിന്റെ പിതാവാണോ അതല്ല പിന്നെ പിതൃവ്യനാണോ? ഇത് ആരാണ് ഈ വിഷയം വളരെ ആധികാരികമായിട്ട് ഏത് മുഫസ്സിറുകളാണ് ഈ വിഷയം ശരിക്ക് സമർപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്? ഇത് രണ്ടും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. പിന്നെ എനിക്ക് അടുത്ത ചോദ്യം നമ്മളെ ആലുവ ത്വരീഖത്തിനെ കുറിച്ചാണ്. ഉസ്താദ് ആ വിഷയമായി സംബന്ധിയായി പുസ്തകങ്ങൾ പുറത്തിറക്കിയത് എനിക്കറിയാം. ആലുവ ത്വരീഖത്തുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെ ഏറ്റവും പ്രബലമായ ആലുവ ത്വരീഖത്തിനെ വിമർശിച്ചുകൊണ്ട് അത് ബാത്തിലാണെന്ന് പറഞ്ഞ് സമസ്ത തീരുമാനം പാസാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ കാരണങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒന്ന് വിശദമാക്കിയാൽ വളരെ നന്നായിരുന്നു. ഒരുപാട് ആലുവക്കാർ പലപ്പോഴും നമ്മുടെ ക്ലാസ് റൂമിൽ കയറിയിറങ്ങാറുള്ളത് കൊണ്ടും കൂടിയാണ് ഈ ചോദ്യം. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. സമയം വൈകിട്ടുണ്ടെന്നറിയാം, ക്ഷമ ചോദിച്ചുകൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സൽമാൻ അസരിയെ കുറെ നാളുകൾക്ക് ശേഷം ഇതുപോലെ ഒന്ന് അഭിമുഖീകരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ബഹുമാനപ്പെട്ട സുന്നത്യമായത്തിന്റെ പ്രചരണാർത്ഥം ധാരാളം ഒന്നിച്ച് പ്രവർത്തിച്ച സഹോദരങ്ങളാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാനും ശ്രവിക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുള്ള ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഇത്ര വൈകിയ വേളയിലും നമുക്ക് അദ്ദേഹത്തോടും മറ്റു നമ്മുടെ പ്രേക്ഷകരോടും നമ്മുടെ ശ്രോതാക്കളോടും സംസാരിക്കാനുള്ള ആവേശം തോന്നുന്നത്. ഇവിടെ ഒന്നാമതായിട്ട് ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് ഇമാം മുസ്ലിം റളിയല്ലാഹുവിന്റെ ഹദീസ് നമ്മൾ സെർച്ച് ചെയ്തല്ലോ. ആ ഹദീസ് ഖാല സാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ ഉമ്മിഹി, അല്ലാഹുവിന്റെ റസൂൽ തന്റെ മാതാവിന്റെ ഖബർ സിയാറത്ത് ചെയ്തു. ഫബക്കാ വബക്കാ മൻ ഹൗലഹു, റസൂൽ കരഞ്ഞു, ചുറ്റുഭാഗത്തുള്ള ആളുകളെ കരയിപ്പിക്കുകയും ചെയ്തു. ഫഖാൽ ഇസ്തഅദൻതു റബ്ബി ഫി അൻ അസ്തഗ്ഫിറ ലഹ, എന്റെ മാതാവിന് വേണ്ടി പാപമോചനം ചോദിക്കാൻ എന്റെ റബ്ബിനോട് ഞാൻ സമ്മതം ചോദിച്ചു, പക്ഷേ എനിക്ക് അനുമതി ലഭിച്ചില്ല. അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഞാൻ അനുവാദം ചോദിച്ചു, അപ്പോൾ എനിക്ക് അനുവാദം ലഭിച്ചു. ഫസൂറുൽ ഖുബൂർ, ഖബർ നിങ്ങൾ സിയാറത്ത് ചെയ്തുകൊള്ളുക. ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, അത് മരണത്തെ ഓർമ്മിപ്പിക്കും എന്നാണ് ഇവിടെ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹദീസ് ബഹുമാനപ്പെട്ട മഹദിയായിരിക്കുന്ന ആമിന ബീവി റളിയല്ലാഹു അൻഹ ഫത്രത്തിന്റെ കാലത്ത് മരിച്ചുപോയ ആളാണ്. അങ്ങനെയുള്ള ആമിന ബീവി റളിയല്ലാഹു അൻഹ സ്വർഗത്തിലാണെങ്കിലും അല്ലെങ്കിൽ രക്ഷപ്പെട്ട മഹദിയാണെങ്കിലും ഫത്രത്തിന്റെ കാലത്ത് മരിച്ചുപോയ ആളുകളെല്ലാം രക്ഷപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരാണ്. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല എന്ന ഖുർആനിന്റെ ആയത്താണ് അതിന് വ്യക്തമായ തെളിവ്. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഒരാളെയും ഒരു റസൂലിനെ നിയോഗിക്കുന്നത് വരേക്കും നാം ശിക്ഷിക്കുന്നവരായിട്ടില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ദീനിനെ തച്ചടക്കപ്പെടുകയും അതിനെ ഭേദഗതിപ്പെടുത്തപ്പെടുകയും ചെയ്തതിനു ശേഷം യഥാർത്ഥ ദീൻ എന്താണെന്ന് വിശദീകരിക്കപ്പെട്ട് കിട്ടാനുള്ള എല്ലാ സാഹചര്യവും കെട്ടടങ്ങിപ്പോയ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചുപോയ ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. അതിൽപ്പെട്ട ഒരാളാണ് മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ. ആ നിലക്ക് ആമിന ബീവി റളിയല്ലാഹു അൻഹ രക്ഷപ്പെട്ട സ്വർഗവാസിയായിട്ട് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഐഹികമായ നിയമങ്ങളുണ്ട്. എല്ലാ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ മേലിലും എല്ലാ നിയമങ്ങളും ബാധിച്ചു കൊള്ളണമെന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രായപൂർത്തിയാകാതെ മരിച്ചുപോയ ഒരു അമുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു കുട്ടി, അയാൾ സ്വർഗത്തിലാണെന്നാണ്, പക്ഷെ അയാൾ മരിച്ചാൽ അയാളുടെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാവ് ഫത്രത്തിന്റെ കാലഘട്ടത്തിൽ മരിച്ചുപോയ ഒരാളായതുകൊണ്ട്
ഫത്രത്തിന്റെ കാലഘട്ടത്തിൽ മരിച്ചുപോയ ഒരാളായതുകൊണ്ട് ബാഹ്യമായിട്ട് ആ കാലഘട്ടത്തിൽ മരിച്ചുപോയ ആളുകളുടെ പേരിൽ ഇസ്തിഗ്ഫാർ ചെയ്യണ്ട എന്ന ഒരു നിയമമായിരുന്നു. അത് ഒരു ബാഹ്യമായ ലാഹിരിയായ ഒരു നിയമം മാത്രമല്ല ആ നിയമം നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഇസ്തിഗ്ഫാറിലേക്ക് അനുവാദം കൊടുക്കാതിരുന്നത്. പക്ഷേ ആ ആമിന ബീവി റളിയല്ലാഹു അൻഹയെ പിന്നീട് പുനർജീവിപ്പിക്കുകയും എന്നിട്ട് റസൂലിനെ കൊണ്ട് നേരിട്ട് വിശ്വസിക്കുകയും അങ്ങനെ റസൂലുള്ളാഹിന്റെ റിസാലത്ത് കൊണ്ട് തന്നെ റസൂലിനെ കൊണ്ട് തന്നെ നേരിട്ട് വിശ്വസിക്കുകയും ചെയ്തു എന്ന് ചില ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇസ്തിഗ്ഫാർ ചെയ്യണ്ട എന്ന നിയമം ഫത്രത്തിന്റെ കാലഘട്ടത്തിൽ മരിച്ചുപോയ ആളുകളുടെ പേരിൽ ഇസ്തിഗ്ഫാർ ചെയ്യണ്ട എന്ന ആ നിയമം അത് പിൽക്കാലത്തേക്ക് നിലനിൽക്കുന്നതല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇസ്തിഗ്ഫാറിന് അനുവാദം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് ഒരിക്കലും ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ അമുസ്ലിമായിട്ടാണ് മരിച്ചുപോയത് എന്നുള്ളതിലേക്ക് ഒരിക്കലും തെളിവാക്കാൻ പറ്റുകയില്ല. കാരണം ഫത്രത്തിന്റെ അഹ്ലുകാർ രക്ഷപ്പെട്ടവരാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഫത്രത്തിന്റെ അഹ്ലുകാർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യണ്ട എന്നൊരു നിയമം അത് അക്കാലത്ത് നിലനിന്നിരുന്നു. പക്ഷേ ആ നിയമം ആമിന ബീവി നേരിട്ട് റസൂലുള്ളാഹിനെ കൊണ്ട് ഈമാൻ കൊണ്ടു എന്ന ഹദീസിന്റെ താല്പര്യപ്രകാരം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് ആ ഹദീസിലേക്ക് റുജ്ഹാൻ കൊടുത്തതായിരിക്കുന്ന പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ നമുക്ക് റളിയല്ലാഹു അൻഹ ചെല്ലുന്നതിനോ മറ്റോ വിരോധമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി കൂടുതൽ വിശദമായ പഠനത്തിന്, ആ വിഷയവുമായി ബന്ധപ്പെട്ട വിശാലമായ പഠനത്തിന് ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹുവിന്റെ അർ-റസായിലു തിസ്അ എന്ന് പറയുന്ന പുസ്തകം നമുക്ക് മക്തബകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് വായിക്കുകയാണെങ്കിൽ അതിൽ 9 കൃതികളുണ്ട്. ആ 9 കൃതികളിൽ ഇത് സംബന്ധമായിട്ടുള്ള ഈ ഹദീസും ഇതുമായി ബന്ധപ്പെട്ട മറ്റു ഹദീസുകളും എല്ലാം വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് വായിക്കുന്നത് വളരെ ഉചിതമായിരിക്കുമെന്ന് അഭിപ്രായപ്പെടുകയാണ്. രണ്ടാമത്തത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ് അല്ലെങ്കിൽ പിതൃവ്യൻ, ഈ ആസർ എന്ന് പറയുന്ന ആള് ഇബ്രാഹിം നബിയുടെ പിതാവാണോ പിതൃവ്യനാണോ? 2 അഭിപ്രായവും നമ്മുടെ തഫ്സീറിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിതൃവ്യനാണെന്നുള്ള അഭിപ്രായത്തെ പ്രബലപ്പെടുത്തുന്ന മുഫസ്സിരീങ്ങളുണ്ട്, പിതാവാണെന്നുള്ള അഭിപ്രായത്തെ പ്രബലപ്പെടുത്തിയ മുഫസ്സിരീങ്ങൾ. അപ്പൊ പിതാവാകുമ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ പിതാവ് റസൂലിന്റെയും പിതൃപരമ്പരയിൽപ്പെട്ട ആളാണല്ലോ, അവരാണെങ്കിലോ പരിശുദ്ധാത്മാക്കളാണല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ബിംബാരാധകനായിരിക്കുന്ന ആസർ റസൂലുള്ളാഹിന്റെ പിതൃപരമ്പരയിൽ വന്നത് എന്ന ചോദ്യത്തിന് മുഫസ്സിറുകൾ മറുപടി പറയുന്നുണ്ട്. പിതാവായ ആ ആസർ തന്റെ ബിംബാരാധന ആരംഭിക്കുന്നതിന് മുമ്പാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് ജന്മം നൽകിയത്. അപ്പൊ ജന്മം നൽകുമ്പോൾ ആസറിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന മറുപടി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇത് നമ്മുടെ തഫ്സീറുൽ ജമൽ പോലെയുള്ള തഫ്സീറുകളൊക്കെ ഇത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ചോദ്യം, ആലുവ തരീഖത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ, അവർ പിഴച്ചതാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുക്കാനുള്ള 2 കാരണങ്ങൾ. ഒന്ന്, ആലുവ തരീഖത്തുകാരുടെ അല്ലെങ്കിൽ അതിന്റെ ഷെയ്ഖിന്റെ കാഴ്ചപ്പാട് പ്രകാരം ആലുവക്കാരുടെ ഒരു പ്രത്യേക തരീഖത്തുണ്ട്. ആ തരീഖത്തിന്റെ അതിൽ അടങ്ങിയ ഗോപ്യമായ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായാലും ആ തരീഖത്തിൽ ബൈഅത്ത് ചെയ്ത ആളുകളല്ലാത്തോലൊന്നും മുഅ്മിനല്ല, അവരൊരു മുസ്ലിമേ ആയിട്ടുള്ളൂ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആലുവ തരീഖത്തിൽ ബൈഅത്ത് ചെയ്യലാണ്, അല്ലെങ്കിൽ ആലുവക്കാര് കൊട്ടിഘോഷിക്കുന്ന തരീഖത്തിൽ ബൈഅത്ത് ചെയ്യലാണ് ഈമാൻ. ഈമാനിന്റെ യാഥാർത്ഥ്യത്തെ ഇവരുടെ തരീഖത്തിൽ ബൈഅത്ത് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആസ്വാദനമായിട്ടാണ് അവർ ഗണിച്ചു പോരുന്നത്. ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെ മറ്റെന്തോ ആയിട്ടാണ് അവർ മനസ്സിലാക്കി പോരുന്നത്. മറ്റേതെങ്കിലും ഒരു തരീഖത്തിൽ ബൈഅത്ത് ചെയ്യുന്നതോ ഒരു തരീഖത്തും ഇല്ലാതെ ശരീഅത്ത് മാത്രമായിട്ട് ജീവിക്കുന്നതോ ആണ് ഇസ്ലാമെന്നും ഇയാളുടെ തരീഖത്തുമായി ബന്ധപ്പെടുന്നതാണ് ഈമാൻ എന്നും പറഞ്ഞുകൊണ്ട് ഖുർആനിലും ഹദീസിലും ഒരുപോലെ ഒരേ അർത്ഥത്തിൽ ഉപയോഗിച്ചു വന്നിരുന്ന ഈമാനിനെയും ഇസ്ലാമിനെയും 2 അർത്ഥങ്ങളായിട്ട്, വിപരീതങ്ങളായ 2 ആശയങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ വേർതിരിഞ്ഞ 2 ആശയങ്ങളായിട്ടാണ് ഇവർ പരിചയപ്പെടുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരൊന്നും മുഅ്മിനീങ്ങളല്ല.
മറ്റുള്ളവരൊന്നും മുഅ്മിനീങ്ങളല്ല. ഈ തരീഖത്തിൽ ചേരാത്ത ആളിന് ഇബ്രാഹിമുൽ അദ്ഹമാണെങ്കിലും ശരി, സിദ്ദീഖുൽ അക്ബർ തങ്ങളാണെങ്കിലും ശരി, അവരൊന്നും മുഅ്മിനീങ്ങളല്ല, പിന്നെ മുസ്ലിമീങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന വാദം ആണ് അവർക്ക്. ഇത് വളരെ അപകടകരമായ വാദമാണ്. ഈ വാദം എന്ന് പറയുന്ന ഹശ്രിയാക്കളെ വാദമാണ്. ഈമാനും ഇസ്ലാമും രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഈമാനിന്റെയും കുഫറിന്റെയും ഇടയിൽ മറ്റൊരു മധ്യസ്ഥാനത്തെ അവരോധിക്കുവാൻ വേണ്ടി പഴയ കാലത്ത് ശ്രമം നടത്തിയ മുഅ്തസിലിയാക്കൾപ്പെട്ട ഹശ്രിയാക്കളുണ്ട്. അവരുടെ വാദത്തിന് സമാനമായ വാദമാണ് ആലിമുക്കാരുടെ ഈ വാദം. അതുകൊണ്ടാണ് അവർ പിഴച്ചുപോയത്. രണ്ടാമത്തെ കാരണം, ഒരുപാട് കാരണങ്ങളുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം, ആലുവക്കാർ ഷിയാക്കൾക്ക് കൊട്ടിഘോഷിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു 12 സീലുള്ള ഗ്രന്ഥം, അത് ഷിയാക്കളാണ് അതിന്റെ ആളുകൾ, അവരാണ് ആ ഗ്രന്ഥത്തിന്റെ അവതാരകർ. അങ്ങനെ ഒരു ഗ്രന്ഥം നബി കുടുംബത്തിന് അല്ലാഹു വഹയ്യായിട്ട് നൽകിയിട്ടുണ്ട്, ജിബ്രീൽ മുഖാന്തരം വഹയ്യായിട്ട് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന ഷിയാക്കൾ കളവായിട്ട് കെട്ടിയുണ്ടാക്കുന്ന ഒരു ഹദീസ്. തുഹ്ഫത്തുൽ ഇസ്നാഅശരിയ എന്ന ഗ്രന്ഥത്തിൽ ആ ഹദീസ് കളവാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ഇവരുടെ ഗുരുനാഥൻ അഥവാ ഇവരുടെ ആലുവക്കാരുടെ ഷെയ്ഖിന്റെ പുസ്തകത്തിൽ വളരെ അംഗീകാരത്തോടുകൂടി നൽകുകയും അതിനെ അംഗീകരിക്കുകയും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരുപാട് ആശയങ്ങൾ ഗ്രന്ഥത്തിൽ അയാൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു രൂപത്തിൽ ഷിയാ ടച്ച് അല്ലെങ്കിൽ ഷിയായിസത്തിന്റെ ഒരു ടച്ച് ഉത്തരേന്ത്യയിലുള്ള ചില തരീഖത്തുകൾക്ക് സംഭവിച്ച അപജയങ്ങൾ വളരെ വ്യക്തമായി ദർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ആലുവ തരീഖത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ആ വിഭാഗം പിഴച്ചതാകാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുക്കാനുണ്ടായ കാരണങ്ങളിൽ രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത്. വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്, അത് ഇൻഷാ അല്ലാഹ് അത് ചോദ്യത്തിൽ വരാത്തത് കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മോട് സംവദിച്ചു. അൽഹംദുലില്ലാഹ്. ഏതായാലും ഇപ്പോടെ 1 മണി പറഞ്ഞിട്ട് ഇപ്പോ 1:19 വരെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇരുന്നു. ഇൻഷാ അല്ലാഹ് വളരെ ലേറ്റ് ആയിട്ടുണ്ട്. ഉസ്താദ്